Okay. Good evening. Online audible ആണോ? Yes, sir. Okay. So, നമുക്ക് ഇന്നലെ we were discussing about the functionalist perspective on family, right? അതിനകത്ത് നമ്മൾ രണ്ട് തിങ്കേഴ്സിന്റെ വ്യൂ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട്. ആരൊക്കെയായിരുന്നു? JP Murdochും McIver and Page. JP Murdochിന്റെ വ്യൂ പോയിന്റിൽ what are the functions of family? Sexual function, reproduction function, economic function and educational function. അല്ലേ? ഇതിനെക്കുറിച്ച് ഒരു 1 or 2 ലൈനർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ ഈ ഓരോ ഫംഗ്ഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച്. ആൻഡ് ദെൻ മെക്കൈവർ ആൻഡ് പേജ് എന്ത് ചെയ്തിട്ടുണ്ട്? ദേ മെൻഷൻ ദാറ്റ് ഫാമിലിയുടെ ഫംഗ്ഷൻസിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് എസെൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻ. എസെൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? Basically essential functions are those functions which are performed by family universally. അല്ലേ? എല്ലാ സൊസൈറ്റീസിലും ഫാമിലീസ് പെർഫോം ചെയ്യുമെന്ന് പറയപ്പെടുന്ന ഫംഗ്ഷൻസിനെയാണ് എസെൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ആ എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ, പ്രൊക്രിയേഷൻ ആൻഡ് കോമൺ റെസിഡൻസ് ഓർ പ്രൊവിഷൻ ഓഫ് ഹോം. അത് കഴിഞ്ഞാൽ പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ്? റിലീജിയസ്, എഡ്യൂക്കേഷണൽ, എക്കണോമിക്, ഹെൽത്ത് ആൻഡ് റിക്രിയേഷണൽ ഫങ്ഷൻസ്. എല്ലാം ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഐഡിയ എല്ലാം മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആയിരിക്കുമല്ലോ? ഉറപ്പാണല്ലോ? മുന്നോട്ട് പോകാലോ? അതേപോലെ വെൻ ഇറ്റ് കംസ് ടു ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആരും ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോട്ട്സിൽ. മോഡേൺ സൊസൈറ്റീസിനകത്ത് there was one form of family, one dominant form of family which is not the case currently എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പോർഷൻ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. സി ബേസിക്കലി മോഡേൺ ഫാമിലീസിൽ there was a properly defined ആയിട്ടുള്ള ഒരു സിംഗിൾ ഫോം ഓഫ് ഫാമിലി ഓർ ഡോമിനന്റ് ഫോം ഓഫ് ഫാമിലി ഉണ്ടായിരുന്നു എന്നും, എന്നാൽ കറന്റ്ലി അതല്ല കേസ് എന്ന് പറയുമ്പം അവിടെ മോഡേൺ ഫാമിലി എന്നാണ് ഉദ്ദേശിച്ചതെന്നുള്ളതായിരിക്കും ഡൗട്ട്. ഈ മോഡേൺ ഫാമിലി എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ഉള്ള സൊസൈറ്റീസിനെയാണ് ശരിക്കും നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ ടേമിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. നോട്ടിൽ അങ്ങനെ ഉണ്ട്, വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കോണ്ടംപററി സൊസൈറ്റി എന്നല്ല. മോഡേൺ സൊസൈറ്റിയുടെ അർത്ഥം ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമുള്ള സൊസൈറ്റീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡേൺ സൊസൈറ്റി എന്നും. പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിനെയാണ് നമ്മൾ യൂഷ്വലി എന്ത് വിളിക്കുന്നത്? ട്രഡീഷണൽ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. Okay. Now, soon after industrialization, that is our modern society, there was one dominant type of family which was nuclear family. Okay. കാരണം ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഉണ്ടായ ഫാമിലീസ് ന്യൂക്ലിയർ ഫാമിലീസ് ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ ന്യൂക്ലിയർ ഫാമിലീസിൽ തന്നെ ഒരു ഡോമിനന്റ് ടൈപ്പ് എന്തായിരുന്നു? ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ട്, അവരുടെ ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ ഉണ്ട്. അല്ലേ? ഇവിടെ ഹസ്ബൻഡ് മോസ്റ്റ്ലി പെർഫോം ദ റോൾ ഓഫ് എ ബ്രെഡ് വിന്നർ. വൈഫ് എന്താണ് ചെയ്യുന്നത്? പെർഫോം ദ ഇമോഷണൽ റോൾസ് ഇൻ ദ ഫാമിലി. ഇങ്ങനെയാണ് പറയപ്പെടുന്നത് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ. പക്ഷേ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ആ സിറ്റുവേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജെൻഡർ റോൾസ് റീഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഇന്നത്തെ കോണ്ടംപററി സൊസൈറ്റിയിൽ അന്ന് നിലനിന്ന പോലുള്ള ഒരു ഡോമിനന്റ് ടൈപ്പ് ഓഫ് ഫാമിലിയാണ് മൊത്തത്തിലുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ആർ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫാമിലി ഇൻ കോണ്ടംപററി സൊസൈറ്റി. ഐഡിയ മനസ്സിലായോ? ഇന്നൊരു ഡോമിനന്റ് ടൈപ്പ് ഓഫ് ഫാമിലി ഇന്ന സൊസൈറ്റിയിൽ ഇന്ന ഫാമിലിയാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഡൈവേഴ്സ് ഫോംസ് ഓഫ് ഫാമിലീസ് വന്നിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആരാ ഡൗട്ട് ചോദിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ ആ സെന്റൻസിൽ വേറെ പ്രശ്നമില്ല. മോഡേൺ സൊസൈറ്റി ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് മീൻ ചെയ്യുന്നത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം, സൂൺ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള രീതിയിലാണ്. ഓൾ റൈറ്റ്. എനിവേ, ഇനി നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, അടുത്ത ഒരു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് താൽക്കോട്ട് പാർസൺസിന്റെ വ്യൂ ഓൺ ഫാമിലി. ഈ താൽക്കോട്ട് പാർസൺസ് എന്ന് പറയുന്നത് നമ്മളുടെ സിലബസിലുള്ള ഒരു മേജർ തിങ്കറാണ്. ലേറ്റർ സ്റ്റേജസിൽ വെൻ വി സ്റ്റാർട്ട് വിത്ത് തിങ്കേഴ്സ് വി വിൽ ബി ഡിസ്കസിങ് ആൻ എൻറ്റയർ പോർഷൻ റിലേറ്റഡ് ടു താൽക്കോട്ട് പാർസൺസ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, വെൻ ഇറ്റ് കംസ് ടു താൽക്കോട്ട് പാർസൺസ് നമ്മൾ ഈ പറയുന്ന ഉപ്പിനെ പോലെയാണ്, എല്ലാത്തിലും ഉപ്പിടുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് താൽക്കോട്ട് പാർസൺസ്. നമ്മളിനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ചാപ്റ്ററിലും എന്തെങ്കിലുമൊക്കെ ആര് പറഞ്ഞിട്ടുണ്ടാവും? പാർസൺസ് പറഞ്ഞിട്ടുണ്ടാവും.
ഓക്കെ, മാർക്സും പാർസൺസും യൂണിവേഴ്സൽ ആണ്. എല്ലാ ചാപ്റ്ററിലും അവരുടെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം കേൾക്കുമ്പോൾ ഇതൊരു പുതിയ പേരാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഈ പേര് നിങ്ങൾക്ക് അത്രയധികം ഫെമിലിയർ ആയി മാറുന്നുള്ളതാണ്. ബിക്കോസ് എല്ലായിടത്തും നമ്മൾ പുള്ളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താൽക്കോട്ട് പാർസൺസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ആസ് ഈസ് എ മേജർ തിങ്കർ, പുള്ളിയുടെ അപ്രോച്ച് എന്ന് പറയുന്നത്, പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ആസ് യു ഓൾ നോ, ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ആണ്. ഈ ഫങ്ഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ തന്നെ ഒരുപാടധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരു തിങ്കറും കൂടിയാണ് താൽക്കോട്ട് പാർസൺസ്. അതുകൊണ്ടാണ് നമ്മൾക്ക് സിലബസിൽ സെപ്പറേറ്റ് ആയിട്ട് പുള്ളിനെ കുറിച്ചിട്ടും പുള്ളിയുടെ തിയറീസിനെ കുറിച്ചും പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അക്കോർഡിംഗ് ടു താൽക്കോട്ട് പാർസൺസ്, പുള്ളിയുടെ വ്യൂ പോയിന്റ് വെൻ ഇറ്റ് കംസ് ടു ഫാമിലി എന്ന് പറയുന്നത്, he consider functions of family as mainly there are two functions. Okay, one is primary socialization and second is adult personality stabilization. Primary socialization and adult personality stabilization. Now പാർസൺസിന്റെ ഒരു കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുള്ളിയുടെ വ്യൂസ് കുറച്ചൊരു കൺസർവേറ്റീവ് വ്യൂസ് ആണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു മാറ്റേഴ്സ് റിലേറ്റഡ് ടു ജെൻഡർ. ഇത് രണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്, പ്രൈമറി സോഷ്യലൈസേഷൻ, അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പുള്ളിയുടെ വ്യൂസ് ഇസ് കൺസിഡേർഡ് ടു ബി എ ലിറ്റിൽ ബിറ്റ് കൺസർവേറ്റീവ് ഇൻ നേച്ചർ, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ജെൻഡർ റിലേറ്റഡ് മാറ്റേഴ്സ്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ പുള്ളിയുടെ വ്യൂസ് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, പുള്ളി പറയുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഫാമിലി എന്താണ്? പ്രൈമറി സോഷ്യലൈസേഷൻ. എന്താണ് സോഷ്യലൈസേഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താ സോഷ്യലൈസേഷൻ? ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. നിങ്ങൾ ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മളിതിങ്ങനെ ഇടക്കിടക്കേ വരും, അപ്പോൾ നിങ്ങൾക്കത് ഫെമിലിയർ ആവും. ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പം തന്നെ നിങ്ങൾ അങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ടില്ലല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ. അപ്പോൾ ബേസിക്കലി when it comes to that of Parsons, he believed that family ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോളും ഇതാണ്, വേർ സൊസൈറ്റിയുടെ നോംസ് ആൻഡ് വാല്യൂസ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി ആ സൊസൈറ്റിയിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഒരു വാല്യൂ കൺസെൻസസ് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നാണ് ആര് പറയുന്നത്? പാർസൺസ് പറയുന്നത്. ഈ ടേം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വാല്യൂ കൺസെൻസസ്. ഇത് പാർസൺസിന്റെ എല്ലാ തിയറീസിലും വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു തീമാണ് വാല്യൂ കൺസെൻസസ്, ഓർ കോൺസെപ്റ്റ് ആണ് വാല്യൂ കൺസെൻസസ്. ഓക്കെ, എന്താണ് വാല്യൂ കൺസെൻസസ് എന്ന് ചോദിച്ചാൽ, ഒരു സൊസൈറ്റിയിൽ അക്കോർഡിംഗ് ടു പാർസൺസ് സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? കോമൺ വാല്യൂസ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവണം. മീനിങ് ആ സൊസൈറ്റിയിലുള്ള എല്ലാവരും സിമിലർ വാല്യൂസ് ഫോളോ ചെയ്താൽ മാത്രമേ ഒരു സൊസൈറ്റിയിൽ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. റൈറ്റ്? നമ്മൾ അതിനെക്കുറിച്ച് ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൊസൈറ്റി എന്താണ്, സൊസൈറ്റി എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്താണ് സൊസൈറ്റിയുടെ മെയിൻ ഉദ്ദേശം? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് സൊസൈറ്റി എന്തിനാണ് കൊടുക്കുന്നത്? ഓർഡറിനും സ്റ്റെബിലിറ്റിക്കുമാണ്. പാർസൺസ് ആസ് എ ഫങ്ഷണലിസ്റ്റ്, പുള്ളി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാണ്? ഓർഡറിനും സ്റ്റെബിലിറ്റിക്കുമാണ്. അതുകൊണ്ട് തന്നെ പുള്ളി പറയാണ്, ഫാമിലി പ്രൈമറി സോഷ്യലൈസേഷൻ നടത്തുന്നത് വഴി അൾട്ടിമേറ്റ്ലി ഫാമിലി എന്ത് ഗോളാണ് അച്ചീവ് ചെയ്യുന്നത്? സൊസൈറ്റിയിൽ വാല്യൂ കൺസെൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് വാല്യൂ കൺസെൻസസ്? എല്ലാവരും സിമിലർ വാല്യൂസ് ഫോളോ ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാല്യൂ കൺസെൻസസ്. ക്ലിയർ? അക്കോർഡിംഗ് ടു ഹെം പ്രൈമറി സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ ഫാമിലി ചെയ്യുന്നതിനെ കൊണ്ട് സൊസൈറ്റിക്കുള്ള ഗുണം എന്താണ്? സൊസൈറ്റിയിൽ കോമൺ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഓർ ഇൻ അതർ വേർഡ്സ് വാല്യൂ കൺസെൻസസ് സൊസൈറ്റിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ ആണോ? അതിനെക്കൊണ്ട് എന്ത് സംഭവിക്കും? എല്ലാവരും ഒരേ വാല്യൂസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സൊസൈറ്റിയിൽ നമ്മൾക്ക് എന്ത് ഒഴിവാക്കാം? കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാം, അല്ലേ? അത് മാത്രമല്ല, ഈ വളരുന്ന കുട്ടികൾക്ക് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് സൊസൈറ്റിയിൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മിങ്കിൾ ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പൊ നമുക്ക് ആ സൊസൈറ്റിയുടെ വാല്യൂസ് അറിയാം, അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൊസൈറ്റിയിൽ പുതിയ ആളുകളോട് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബിക്കോസ് വി ഓൾറെഡി നോ ദ വാല്യൂസ് ആൻഡ് നോംസ് ഓഫ് ദ സൊസൈറ്റി. സോ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേം കൂടി എന്തായിരിക്കും? എളുപ്പമായിരിക്കും. അത് ചെയ്യുന്നത് ആരാണ്? ഫാമിലിയാണ്, അല്ലേ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഫാമിലി ചെയ്യുന്നത്? നമ്മൾക്ക് ചെറുപ്പത്തിലെ ഈ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുക. ഇനി അതിനെ നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശിക്ഷിക്കുക, അല്ലെ? ഒന്നുകിൽ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ
കൈ കൊണ്ടോ ഓക്കെ നമ്മളെ ശിക്ഷിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് സൊസൈറ്റി അത് അച്ചീവ് ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. നൗ ഈ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷനെ കുറിച്ച് പറയുമ്പം പാർസൺസ് ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലുള്ള ഫാമിലിക്കാണ് എംഫസിസ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പാർസൺസിന്റെ ഈ വ്യൂ പോയിന്റ്സിൽ പാർസൺസ് ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എമേർജ് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയർ ഫാമിലിക്കാണ്. ഓക്കെ, പാർസൺസ് ഗിവ് എംഫസിസ് ടു ന്യൂക്ലിയർ ഫാമിലി. അക്കോർഡിംഗ് ടു പാർസൺസ് ഈ ന്യൂക്ലിയർ ഫാമിലി ഉള്ളത് കൊണ്ടാണ് ഈ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷനും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് ഫാമിലി എന്താണ്? ട്രഡീഷണൽ സൊസൈറ്റീസിൽ ജോയിന്റ് ഫാമിലീസ് ഓർ എക്സ്റ്റെൻഡഡ് ഫാമിലീസ് നമ്മൾ പറയും അല്ലേ. പല രണ്ടിൽ കൂടുതൽ ജനറേഷൻ ഒരുമിച്ച് താമസിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫാമിലീസിനെയും നമ്മൾക്ക് എന്ത് വിളിക്കാം? ജോയിന്റ് ഫാമിലി ഓർ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഓക്കെ, 2 or more generations. ക്ലിയർ? Now according to Parsons, അങ്ങനെ എക്സ്റ്റെൻഡഡ് ഫാമിലിയായി നമ്മൾ ജീവിക്കുന്ന സമയത്ത് കുറേ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടും മറ്റ് സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലിയും കുറച്ചും കൂടി ഇഫക്റ്റീവ്ലി നടക്കും. എന്തുകൊണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാടധികം മെമ്പേഴ്സ് ഒരുമിച്ച് താമസിക്കുമ്പം അതിലാർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് വന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ സാന്ത്വനിപ്പിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അല്ലേ? എന്നാൽ സപ്പോസ് ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഹസ്ബൻഡും വൈഫും അവരുടെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനേ ഉള്ളൂ. ചിൽഡ്രൻ ചെറുതായതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റോള് പ്ലേ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അവിടെ ആര് മാത്രമേ മെയിനായിട്ട് ഈ റോള് പ്ലേ ചെയ്യാനുള്ളൂ? ഹസ്ബൻഡും വൈഫും. ഇപ്പം 2 പേരിലേക്ക് ഒതുങ്ങുകയാണ്. എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ കുറേ പേരുള്ളിടത്ത് ന്യൂക്ലിയർ ഫാമിലിയിൽ വെറും 2 പേരിലേക്ക് മാത്രമായി ഈ ഫംഗ്ഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അക്കോർഡിംഗ് ടു പാർസൺസ് ഈ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ എസ്പെഷ്യലി ന്യൂക്ലിയർ ഫാമിലി, അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്? ഈ പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ റോളിന് ഒത്തിരി അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ആര് തമ്മിലാണ് നടക്കേണ്ടത്? ഹസ്ബൻഡും വൈഫും തമ്മിൽ നടക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പാർസൺസ് പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ഹിം മോഡേൺ ഇൻഡസ്ട്രിയൽ ഫാമിലീസിൽ എപ്പോഴും ഹസ്ബൻഡ് എന്ത് റോള് പ്ലേ ചെയ്യണം? ഇൻസ്ട്രുമെൻ്റൽ റോള് പ്ലേ ചെയ്യണം. ഓർ ഹസ്ബൻഡ് ഷുഡ് പ്ലേ ദ റോൾ ഓഫ് എ ബ്രെഡ് വിന്നർ. വൈഫ് അവിടെ എന്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ? സപ്പോർട്ട് കൊടുക്കുന്ന റോൾ. മീനിങ് ഇമോഷണൽ റോള് മാത്രമാണ് അവിടെ ആര് ചെയ്യേണ്ടത്? സ്ത്രീകൾ ചെയ്യേണ്ടത്. പുള്ളി പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പുരുഷന്മാർ പുറത്തു പോയി വർക്ക് ചെയ്യുക, സ്ത്രീകൾ വീട്ടിലിരുന്ന് പുരുഷന്മാരെ നോക്കുക. അപ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന വേരിയസ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ടാവും. അക്കോർഡിംഗ് ടു പാർസൺസ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് സ്ട്രെസ്സോട് കൂടി വീട്ടിൽ വരുന്ന ഭർത്താക്കന്മാരെ ആര് ടേക്ക് കെയർ ചെയ്യണം? വൈഫ് ടേക്ക് കെയർ ചെയ്യണം. അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള എന്ത് കൊടുക്കണം? സപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, വീട്ടിലുണ്ടാവുന്ന കുട്ടികൾക്കും ആരാണ് ഇമോഷണൽ ഫങ്ഷൻ കൊടുക്കേണ്ടത്? വൈഫാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മദർ ഫിഗർ ആണ് കൊടുക്കേണ്ടത്. കാരണം കുട്ടികളുമായി ഏറ്റവും കൂടുതൽ ഇമോഷണൽ കണക്ഷൻ ഫാദറിനേക്കാളും കൂടുതൽ ആർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പാർസൺസ് പറയുന്നത്? മദറിനാണ്. ബിക്കോസ് നഴ്സിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ കണക്ഷൻ ചൈൽഡും മദറും തമ്മിലുണ്ടാവും. അപ്പം മദർ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഒന്ന് ഫാദറിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം, 2 കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റുകൾക്ക് പുള്ളിയെ ഇഷ്ടമില്ലാത്തതെന്ന്? മനസ്സിലായല്ലോ? ഇപ്പൊ ഈ ഒരു ബേസിസിൽ പുള്ളി പറയാണ് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ഫാമിലി വിച്ച് മസ്റ്റ് ബി പെർഫോംഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. ക്ലിയർ? ആ റോള് പ്ലേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? മെൻ എന്ത് ടൈപ്പ് ഓഫ് റോളാണ്? ഇൻസ്ട്രുമെന്റൽ റോൾ. വിമൻ എന്ത് ടൈപ്പ് ഓഫ് റോളാണ്? ഇമോഷണൽ റോൾ ഓർ എക്സ്പ്രസീവ് റോൾ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഇമോഷണൽ റോൾ ഓർ എക്സ്പ്രസീവ് റോൾ. പുള്ളി പറയുന്നത് ഈ ഒരു അറേഞ്ച്മെന്റ് അല്ലാതെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ ഫാമിലി മുന്നോട്ട് പോയാൽ അവിടെ എന്ത് സംഭവിക്കും? ബ്രേക്ക് ഡൗൺ ഓഫ് ഫാമിലീസ് സംഭവിക്കും. സൊസൈറ്റിയിൽ എന്ത് വരും? ഇൻസ്റ്റെബിലിറ്റി വരും. ബിക്കോസ്
ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും സ്ട്രെസ് ആയിരിക്കും, രണ്ടുപേർക്കും ഇമോഷണൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഫാമിലി ബ്രേക്ക് ഡൗൺ ചെയ്യും. അത് മാത്രമല്ല അതിൻ്റെ ഇമ്പാക്റ്റ് എവിടെ ഉണ്ടാവും? സൊസൈറ്റി വൈഡ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, പുള്ളിക്കുള്ളത് പേടിക്കേണ്ട, കുറച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് തിരിച്ചു കൊടുത്തോളും. ഓക്കെ, അവരുടെ വ്യൂ പോയിന്റ്സ്, അതിലൊരു ഫെമിനിസ്റ്റ് തിങ്കറിന്റെ വ്യൂ പോയിന്റ് മെയിൻലി ടാർഗറ്റിംഗ് പാർസൺസിന്റെ തിയറിയാണ്. അതെ, അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ആ ഇമോഷണൽ ഫംഗ്ഷൻ ആണ്. മനസ്സിലായോ? ഇപ്പൊ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മോഡേൺ ഫാമിലീസ് ഓർ ന്യൂക്ലിയർ ഫാമിലീസ് എന്ന് പാർസൺസ് പറയുമ്പോഴും അത് ആരാണ് ആ റോള് പ്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്? സ്പെസിഫിക്കലി സ്ത്രീകളാണ് പ്ലേ ചെയ്യേണ്ടതെന്നാണ് പാർസൺസ് പറയുന്നത്. ആ എവിടെ? ആ ആ ആ ഓക്കെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. കാരണം ബിക്കോസ് നമ്മളെ സൊസൈറ്റി വൈഡ് ആയിട്ട് ഈ എക്സ്പ്രസീവ് റോള് പ്ലേ ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ആരുടെ അടുത്താണ്? ഒരു ജെൻഡർ റോൾ എക്സ്പെക്ടേഷൻ നമ്മൾ പറയും, അത് യൂഷ്വലി വരുന്നത് ഫീമെയിലിൻ്റെ അടുത്താണ്. അത് ആ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. ഇത് മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? സംഭവം ഓക്കെ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ല? അപ്പോൾ രണ്ട് ഫംഗ്ഷൻ, പ്രൈമറി സോഷ്യലൈസേഷൻ, അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം. അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമോഷണൽ സപ്പോർട്ട്. അത് എന്തുകൊണ്ട് ഇമോഷണൽ സപ്പോർട്ട്? ന്യൂക്ലിയർ ഫാമിലി അല്ലേ? അവിടെ എന്ത് റോളാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്ലേ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക ആണ്. ഇറ്റ് ഈസ് പുള്ളി ഇതിനെ ഫംഗ്ഷൻ ഓഫ് ഫാമിലി ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ സ്പെസിഫിക് ഉത്തരവാദിത്വം പുള്ളി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? വിമനെയാണ്. പുള്ളി ഏൽപ്പിച്ചതെന്നല്ല, പുള്ളി പറയുന്നത് വിമൻ ആണ് അത് ഏറ്റെടുക്കേണ്ടത്, വിമൻ ആണ് അത് ചെയ്യേണ്ടത് എന്നാണ്. മനസ്സിലായോ? അത് രണ്ട് രീതിയിലുമാണ്. അത് ഹസ്ബൻഡിനും ആസ് വെൽ ആസ് ചിൽഡ്രനും, രണ്ടും വിമൻ ആണ് ആ ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ഇപ്പോൾ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ you will understand. Parsons regarded nuclear family as the unit best equipped to handle the demands of industrial society. According to him, husband എന്ത് റോൾ പ്ലേ ചെയ്യണം? ഇൻസ്ട്രുമെന്റൽ. ആൻഡ് വൈഫ് എന്ത് റോൾ പ്ലേ ചെയ്യണം? എക്സ്പ്രസീവ് റോൾ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഈ പ്രൈമറി സോഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, അത് ഫാമിലി നടക്കുന്നു. അപ്പൊ സെക്കൻഡറി സോഷ്യലൈസേഷൻ എവിടെയായിരിക്കും നടക്കുക? സ്കൂളിലാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും രണ്ട് രീതിയിലുള്ള സോഷ്യലൈസേഷൻ ആണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഫാമിലിയിൽ നടക്കുന്നത്. സെക്കൻഡറി സോഷ്യലൈസേഷൻ എവിടെ വെച്ച് നടക്കും? സ്കൂളിലാണ്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ഒത്തിരി അധികം ഇമ്പോർട്ടൻസ് സോഷ്യോളജിയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് വോഗൽ ആൻഡ് ബെൽ എന്ന് പറയുന്ന തിങ്കേഴ്സിന്റെ, ഇത് രണ്ടുപേരാണ്. ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞതുകൊണ്ടാണ് വോഗൽ ആൻഡ് ബെൽ. എവിടെയൊക്കെ ആണ് ആണ് പക്ഷെ മാർക്സിന്റെ വ്യൂ പോയിന്റിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിക്കും അക്കാഡമിക് ഓവറോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം അക്കോർഡിംഗ് ടു മാർക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ റിപ്രൊഡക്ഷൻ ഓഫ് ലേബർ ആണ്. എന്താണ് റിപ്രൊഡക്ഷൻ ഓഫ് ലേബർ? നല്ല രീതിയിൽ ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടി പണിയെടുക്കാൻ പാകത്തിലുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആയിട്ടാണ് മാർക്സ് എന്തിനെ കാണുന്നത്? എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കാണുന്നത് അല്ലേ? ഓരോ കാലത്തും എഡ്യൂക്കേഷൻ സിസ്റ്റം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം എന്തിനാണ്? അതാത് കാലത്തെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് ആവശ്യമുള്ള സ്കിൽസ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം ഐഡിയലി റിപ്രൊഡക്ഷൻ ഓഫ് ലേബർ ആണെന്നാണ് മാർക്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി അതിനെന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? സൂപ്പർ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടും അത് ഈ ഹാവ് നോട്ട്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ടൂളായിട്ടും കൺസിഡർ ചെയ്യുന്നു. മനസ്സിലായി? പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മാർക്സിസ്റ്റ് വ്യൂ പോയിന്റിൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഉൾപ്പെടുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതിനെ പല തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, എഡ്യൂക്കേഷൻ സിസ്റ്റം വേറൊരു കാര്യം ചെയ്യുന്നത് ഒരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൊത്തം എടുക്കുക. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശരിക്കും മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് അനുസരിച്ച് നമ്മളെ ട്രെയിൻ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയോ? ഒബീഡിയൻസ് പഠിപ്പിക്കാനാണ്, സബ്മിഷൻ ടു അതോറിറ്റി അല്ലേ?
ഒരു ടീച്ചർ ഉണ്ടാവും, ടീച്ചർ പറയുന്ന അതേപോലെ ചെയ്യണം. അവിടെ നമ്മൾക്ക് കുഞ്ഞുനാളിൽ എന്തിൻ്റെ ഒരു ട്രെയിനിങ് ആ തരുന്നത്? എങ്ങനെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിഗേഴ്സിന്റെ മുന്നിൽ ഒബീഡിയൻ്റ് ആയിട്ട് നിൽക്കണം. ഇത് ലേറ്റർ സ്റ്റേജസിൽ ആർക്ക് ഗുണകരമാണ്? ക്യാപിറ്റലിസ്റ്റുകൾക്ക്. ബിക്കോസ് ലേറ്റർ സ്റ്റേജസിൽ നമ്മൾ അതോറിറ്റേറ്റീവ് ആയിട്ട് നമ്മളെ മാനേജ് ചെയ്യാൻ പോകുന്നത് ആരാണ്? ക്യാപിറ്റലിസ്റ്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് കാണിക്കണം? ഒബീഡിയൻസ് കാണിക്കണം. ഇതിന്റെ ട്രെയിനിങ്ങും നമ്മൾക്ക് തരുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്ന സ്കൂൾ എന്ന സമ്പ്രദായം തന്നെ എന്ത് ചെയ്യണം? മാറ്റണം. അതേ വേണ്ടെന്നാണ് പറയുന്നത്. മാറ്റുന്ന കൂടി പറയുന്നില്ല, അതൊന്നും വേണ്ട എന്നാണ്. ഓക്കെ, അപ്പം ശരിക്കും ഒരു പരിധി വരെ ചിന്തിച്ചാൽ ശരിയാണ്, റൈറ്റ്. അപ്പം അത് നമുക്ക് എഡ്യൂക്കേഷൻ്റെ ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് നമുക്ക് അവരുടെ വ്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ലാസ്റ്റ് വൺ, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള അവസാനത്തെ തിങ്കറാണ് വോഗൽ ആൻഡ് ബെൽ. ഓക്കെ, നൗ വോഗൽ ആൻഡ് ബെൽ എന്ന് പറയുന്നത് ഇവൺതോ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണെങ്കിൽ കൂടി സാധാരണ ഫങ്ഷണലിസ്റ്റുകൾ എല്ലാത്തിനെയും കുറിച്ച് എന്ത് മാത്രമേ പറയുള്ളൂ? നല്ലത് മാത്രം പറയുന്ന ആൾക്കാരാണ്, അല്ലേ? അവർക്ക് ഒന്നിൻ്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? കുറ്റം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, റൈറ്റ്. എന്നാൽ വോഗൽ ആൻഡ് ബെൽ അവിടെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവൺതോ ദേ ആർ പാർട്ട് ഓഫ് ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, ദേ ഹാവ് ട്രൈ ടു അഡ്രസ് ദ ഡിസ്ഫങ്ഷൻസ് ഓഫ് ഫാമിലി. എന്താണ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്? നെഗറ്റീവ് ഫങ്ഷൻ ഓഫ് ഫാമിലി. ഓക്കെ, അത് നമ്മൾ സോഷ്യോളജിക്കലി എപ്പോഴും ഡിസ്ഫങ്ഷൻ എന്നാണ് ആ ടേം നമ്മൾ ഉപയോഗിക്കുക. ഡിസ്ഫങ്ഷൻ. ഓക്കെ, സോ വോഗൽ ആൻഡ് ബെൽ പറയുന്ന ഒരു കാര്യം, ഫാമിലി എന്ന് പറയുന്നത് ഇവരുടെ വർക്കിന്റെ പേരാണ് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ചൈൽഡ് ആസ് ദ ഫാമിലി സ്കേപ്പ് ഗോട്ട്. ഓക്കെ, ഈ വർക്കിന്റെ പേരൊന്നും നിങ്ങൾ ഓർത്തു വെക്കണം നിർബന്ധമൊന്നുമില്ല, അവർ ചെയ്ത ബുക്കിന്റെ പേരായിരിക്കും. ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നതിന്റെ മലയാളം എന്താണ്? ബലിയാട് എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഒരു ടേം, ഇതിന്റെ ഈ ബുക്കിന്റെ പേര് തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ചൈൽഡ് ആസ് ദ ഫാമിലി സ്കേപ്പ് ഗോട്ട്, മീനിങ് ദേ ബിലീവ് ദാറ്റ് ഫാമിലി ഇവൺ തോ ഫങ്ഷണൽ ഫോർ ദ സൊസൈറ്റി ആസ് എ ഹോൾ ആണെങ്കിലും ഫാമിലി ഇസ് ഡിസ്ഫങ്ഷണൽ ഫോർ ദ ചിൽഡ്രൻ. എന്തുകൊണ്ടാണ് ഫാമിലി ഡിസ്ഫങ്ഷണൽ ആവുന്നത്? നോട്ട് ഫോർ എവറി ചൈൽഡ് ബട്ട് ഫോർ സം ചിൽഡ്രൻ ഇറ്റ് ഇസ് ഡിസ്ഫങ്ഷണൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അക്കോർഡിംഗ് ടു വോഗൽ ആൻഡ് ബെൽ, ഒരു ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം അത്ര സ്ട്രോങ് അല്ലെങ്കിൽ, അല്ലേ, അല്ലെങ്കിൽ ആ പേരൻസിന് എന്തെങ്കിലും അല്ലാത്ത രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇത് മൊത്തം അവർ ഷോക്കേസ് ചെയ്യുന്നത് ആരടുത്താണ്? കുട്ടികളുടെ അടുത്താണ്, അല്ലേ? ഹസ്ബൻഡ് വൈഫ് എന്തെങ്കിലും പ്രശ്നമുണ്ട്, കുട്ടികൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അല്ലെ? കുട്ടികളുടെ അടുത്ത് ദേഷ്യം വരാം, അവരെ അടിക്കാം. അല്ലെങ്കിൽ ഫാദറോ മദറോ സ്ട്രെസ്ഡ് ആണ്, ആ സമയത്ത് കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് കിട്ടും? നല്ല തെറി കിട്ടും, അല്ലേ? ഇങ്ങനെ സംഭവിക്കുന്നത് വഴി കുട്ടികൾക്ക് ഇത് ഡിസ്ഫങ്ഷണൽ അല്ലേ? അവർക്ക് അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യില്ലേ? അപ്പം അങ്ങനെ വരുമ്പം ഈ ഫാമിലിനകത്തുള്ള വേരിയസ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓർ പേരൻസ് തമ്മിലുള്ള ഇഷ്യൂസിൻ്റെയും എല്ലാത്തിൻ്റെയും നെഗറ്റീവ് ഇമ്പാക്ട്സ് ആരുടെ മുകളിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ചിൽഡ്രൻ്റെ മുകളിലാണ്. ആസ് എ റിസൾട്ട് ദേ ബിലീവ് ദാറ്റ് അത് ആർക്ക് മോശമാണ്? ചിൽഡ്രന് മോശമാണ്. ഇത് മനസ്സിലായോ? പക്ഷേ അവിടെ അവർ ഒരു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയോ? ദേ സേ ദാറ്റ് ഇവൺ തോ അത് കുട്ടികൾക്ക് മോശമാണെങ്കിലും സൊസൈറ്റി ആസ് എ ഹോളിന് അതെന്താണ്? നല്ലതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നം കുട്ടികളടുത്ത് വെൻ്റ് ഔട്ട് ചെയ്യുമ്പം അത് കുറച്ചൊക്കെ ഒതുങ്ങും. ഈ പേരൻസിനുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കുട്ടികളടുത്ത് വെൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ അത് അവിടെ തീരും. ഇത് വൈഡർ സൊസൈറ്റിയിലേക്ക് റിഫ്ലക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ കുട്ടികൾ ബലിയാടാണെങ്കിലും ആര് സേഫാണ്? സൊസൈറ്റി. അവർക്ക് അത് മതി. ഇപ്പൊ നമ്മൾ ഗ്രേറ്റർ ഗുഡ് നോക്കുക, കുറച്ച് കുട്ടികൾക്ക് ഇത് പ്രശ്നമാണെങ്കിലും ഗ്രേറ്റർ ഗുഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? സൊസൈറ്റിക്ക് നല്ലതായതുകൊണ്ട് തന്നെ they believe that family is functional for the society. ചോദിച്ചോ? വരാം. അത് ലോങ്ങർ ടേമിൽ സൊസൈറ്റിനെ ബാധിക്കാം. പക്ഷെ അവർ പറയുന്നത് നമ്മൾ ഇതിന്റെ ടോട്ടാലിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെ, ഇപ്പം എല്ലാ വീട്ടിലും ഇങ്ങനെയുള്ള വെൻഡിങ് ഔട്ട് നടക്കുന്നുണ്ടാവും. അതിനകത്ത് ആ വെൻഡിങ് ഔട്ടിന്റെ ഡിഗ്രി അനുസരിച്ചിരിക്കും ലോങ് ടേമിൽ ആ കുട്ടികൾ ഡീവിയന്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്.
എല്ലാ കുട്ടികളിലും സൈക്കോളജിക്കൽ മുറിവുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അത് ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ പുറത്തു വരും, അത് നാളെ സൊസൈറ്റിക്ക് പ്രശ്നമാവും. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുവാണെങ്കിലും ടോട്ടാലിറ്റിയിൽ നോക്കുവാണെങ്കിലും അത് സൊസൈറ്റിക്ക് എന്താണ്, കുഴപ്പമില്ല. ക്ലിയർ? അപ്പൊ അത് എന്താണ് അവർ പറയുന്നത്, കുട്ടികളെ ബലിയാടാക്കി സൊസൈറ്റി എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടും. കാരണം ഈ പറയുന്ന പ്രഷർ അല്ലെ, പേരൻസിനുള്ള പ്രഷർ, അതേപോലെ ഇൻഡിവിജ്വൽ പേരന്റിനുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഇത് വെന്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾ ഉള്ളതുകൊണ്ട് അവർക്ക് പറ്റുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ വെൻഡിങ് ഔട്ട് എവിടെയായിരിക്കും നടക്കുക, സൊസൈറ്റിയിലായിരിക്കും നടക്കുക. ചൈൽഡ് അബ്യൂസ് അതൊക്കെ ഇവർ പറയുന്നതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായോ? ചൈൽഡ് അബ്യൂസ് എന്നൊക്കെ പറയുന്നത് ഇവർ പറയുന്ന ഒരു ആംഗിളിൽ വരുന്ന സംഭവം തന്നെയാണ്. അതെ, അവർ പറയുന്നത് എന്താ വെച്ചാൽ ടോട്ടാലിറ്റി ആണ്. ഇപ്പം നമ്മളൊരു 1000 ഫാമിലീസ് എടുത്താൽ ഈ പ്രശ്നം കാരണം ചിലപ്പോൾ ഒരു 10ഓ 20ഓ ഫാമിലീസിലുള്ള കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? ഇതിന്റെ പെർസെൻറ്റേജ് ഓർ പ്രൊപ്പോർഷൻ എന്താണ്, ചെറുതല്ലേ? അപ്പൊ ആ കുട്ടികൾ ബലിയാടാവുമ്പോഴും ഇൻ ടോട്ടാലിറ്റി നമ്മൾ സൊസൈറ്റി വൈഡ് മൊത്തം കൺസിഡർ ചെയ്യുമ്പോൾ അതെന്താണ്, സൊസൈറ്റിക്ക് ഓക്കെ ആണ്. ഇൻസ്റ്റെഡ് ഈ പ്രഷർ കുട്ടികളുടെ അടുത്ത് വെന്റ് ഔട്ട് ചെയ്യാൻ പറ്റാതെ വൈഡർ സൊസൈറ്റിയിലാണ് എല്ലാവരും വെന്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ സൊസൈറ്റി വൈഡ് അത് എന്തിലേക്ക് ലീഡ് ചെയ്യാം, കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യാം. മനസ്സിലായി? അവർ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഗ്രേറ്റർ ഗുഡ് ഫോർ ഗ്രേറ്റർ നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ, കുട്ടികൾക്ക് പണിയാണ്, പക്ഷെ വൈഡർ സൊസൈറ്റിയിൽ അതെന്താണ്, നല്ലതാണ്. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായോ? ഓക്കെ ആണോ? ഓൾ റൈറ്റ്. ഈ 4 പേരുടെയാണ് നമ്മൾ എന്തായിട്ട് പഠിക്കേണ്ടത്, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി ആയിട്ട് പഠിക്കേണ്ടത്. 4 പേരെ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? പേര് ഓർമ്മയുണ്ടോ? GP മെർഡോക്ക് ഉണ്ട്, മക്കൈവർ ആൻഡ് പേജ് ഉണ്ട്, ടാൽക്കോട്ട് പാർസൺസ് ഉണ്ട്, ആൻഡ് വോഗൽ ആൻഡ് ബെൽ ഉണ്ട്. ഓക്കെ, ഈ 4 പേരുടെ ഇപ്പം ഇന്നലെ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി എന്ന് പറഞ്ഞൊരു 10 മാർക്കർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഈ 4 പേരുടെ വ്യൂസ് ആണ് ആ ആൻസറിൽ എഴുതേണ്ടത്. യെസ്, ആ കോട്ട് ചെയ്യാം. അവിടെ നിങ്ങൾ എഴുതുന്ന പോയിന്റ്സിനകത്ത് ഇന്നലെ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി റിഗാർഡിങ് സബ്സ്റ്റാൻഷിയേഷൻ ആൻഡ് എക്സാമ്പിൾസ് അല്ലേ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്കത് ആഡ് ചെയ്യാം. ഓക്കെ, നേച്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കുറേ കൂടി വൈഡർ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒത്തിരി അധികം എക്സാമ്പിൾസ് കൊടുത്തിട്ടില്ലെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. കാരണം ഇത് കമ്പാരിറ്റീവ്ലി ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആ തിയറട്ടിക്കൽ ക്വസ്റ്റ്യനിൽ ഒത്തിരി അധികം എക്സാമ്പിൾസ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എക്സാമ്പിൾസ് നമ്മൾ കൂടുതലും കൊടുക്കേണ്ടത് ഡൈനാമിക് ക്വസ്റ്റ്യൻസിനാണ്. ഇപ്പൊ ഈ സിമിലർ നേച്ചറിൽ ഞാനൊരു കാര്യം പറയാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്, തിയറട്ടിക്കൽ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ. എക്സാമിൻ അല്ലെങ്കിൽ ക്രിട്ടിക്കലി എക്സാമിൻ ഓക്കെ ദ ഇമ്പാക്ട് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഓൺ ഫാമിലി ആൻഡ് മാരേജ്. വെറുതെ വേണമെങ്കിൽ നോട്ട് ചെയ്തോ ക്വസ്റ്റ്യൻ, രസമല്ലേ? ഓക്കെ, ക്രിട്ടിക്കലി എക്സാമിൻ, വെറും എക്സാമിൻ അല്ല, ക്രിട്ടിക്കലി എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് technological changes or technological advancement. Technological changes അല്ല, technological advancements on family and marriage. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഇത് നേരത്തെ ചോദിച്ച എക്സാമ്പിൾ ഒരുപാടധികം റോളുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ തിയറട്ടിക്കലി ഒന്നും പഠിക്കാനില്ല. ടു ബി ഫ്രാങ്ക്, നിങ്ങൾ നമ്മുടെ ബുക്ക് എടുത്ത് നോക്കിയാലും ഏത് സ്റ്റാൻഡേർഡ് ബുക്സ് ഇൻ സോഷ്യോളജി എടുത്താലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്കിത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം ഇന്നത്തെ ഫാമിലി ആൻഡ് മാരേജിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ക്രിട്ടിക്കലി എക്സാമിൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിന്റെ പോസിറ്റീവ് ചേഞ്ചസും നമുക്ക് പറയാം, നെഗറ്റീവ് ചേഞ്ചസും പറയാം അല്ലേ?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആലോചിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി നിങ്ങൾ ഇവിടുന്ന് എഴുതാം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ല എഴുതാനുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവരണമെന്ന്, കൊണ്ടുവന്നില്ല എല്ലാവരും? ബുക്കിൽ എഴുതിയാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഓക്കെ, സെറ്റ് ആണല്ലോ. എന്നിട്ട് നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, ഇത് നമുക്ക് വെറുതെ ഒന്ന് നിങ്ങളെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഈ നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് പോസിറ്റീവ് ആദ്യം എടുക്കാം, അതിനുശേഷം നമുക്ക് നെഗറ്റീവിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് തിരിച്ച് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിലേക്ക് വരാം. ഇനി ഒരു ആൻസർ റൈറ്റിംഗിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിന് എന്ത് ഇൻട്രൊഡക്ഷൻ എഴുതണം എന്നുള്ളതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി വേ എന്ന് പറയുന്നത് ഫാമിലിനെ അങ്ങോട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഫാമിലിനെ ഡിഫൈൻ ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ഇപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആൻസേഴ്സിൽ 2 or 3 ചോദ്യം ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഹാർഡ്ലി 2 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ, മോസ്റ്റ്ലി 1 ഉണ്ടാവുള്ളൂ, മേ ബി മാക്സിമം 2 എണ്ണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫാമിലിയുടെ ഡെഫിനേഷൻ എഴുതാന്ന് പറയുന്നത് ഓക്കെ, കാരണം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇൻട്രൊഡക്ഷൻ എന്താണ്? ഒരു മാർക്കാണ്, അല്ലേ? എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവം എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ 1 മാർക്ക് തരും. ഇനി നിങ്ങൾ എഴുതിയതും ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഈ 1 മാർക്ക് അങ്ങ് പോകും. ഇത് 2 ഔട്ട്കമേ ഉള്ളൂ. അപ്പം പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ ആവണമെന്ന് ചോദിച്ചാൽ നിർബന്ധമല്ല. പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതുന്നതിനെ കൊണ്ടുള്ള ഒരേ ഒരു കാര്യം, എക്സാമിനറിന്റെ മുന്നിൽ കുറച്ചും കൂടി ബെറ്റർ ഇംപ്രഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നല്ലാതെ ആ ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ കൊണ്ട് നിങ്ങളുടെ മാർക്ക് ആസച്ച് എന്ത് ചെയ്യണമെന്നില്ല, ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ കുറയണമെന്നില്ല. സോ ഈസി വേ ടു ഡു ഇസ്, ഇഫ് ദർ ഇസ് നോ അതർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഫാമിലിയുടെ ഡെഫിനേഷൻ എഴുതി നിങ്ങൾക്ക് തുടങ്ങാം. ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. എന്നാൽ ഇത് കുറച്ചും കൂടി ഒരു കോണ്ടംപററി സിനാരിയോയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വേണമെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷനും നിങ്ങൾക്ക് എഴുതാം. അവിടെ എന്താണ് എഴുതാൻ പറ്റുക? എന്തെഴുതും? നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിനെ കുറിച്ച് ഒരു ഓവർവ്യൂ കൊടുക്കാം, അല്ലേ? ഇപ്പൊ റീസെന്റ് നടന്നിരിക്കുന്ന വേരിയസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും അതുവഴി ഫാമിലിയിൽ കുറെ അധികം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൊരു സൂചന നമുക്ക് കൊടുത്തു തുടങ്ങാലോ, റൈറ്റ്? അതാകുമ്പോൾ എന്താണ്, ഈ ക്വസ്റ്റ്യൻ ഒരു കോണ്ടംപററി സിനാരിയോയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു കോണ്ടംപററി ബേസിലുള്ള ഇൻട്രൊഡക്ഷൻ തന്നെ നിങ്ങൾക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദ റീസെന്റ് അഡ്വാൻസ്മെന്റ്സ് ഇൻ ടെക്നോളജി ലൈക്ക് AI, അല്ലേ? പിന്നെന്തൊക്കെ പറയാം? കുറച്ച് എക്സാമ്പിൾസ് ഇടാം. AI ഇടാം, ദെൻ മെഷീൻ ലേണിംഗ് AI ഒക്കെ ഒരുമിച്ച് വരുന്നതാണ്. പിന്നെന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? സോഷ്യൽ മീഡിയ പറയാം, VR, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ട് പറയാം. യു ക്യാൻ മെൻഷൻ ദാറ്റ് ഈ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ, ഈ ടെക്നോളജീസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് പറയാം, ദ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ആൻഡ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ ഫാമിലി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡൈനാമിക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇന്നത്തെ കോണ്ടംപററി സൊസൈറ്റിയിൽ ഈ 2 കാര്യങ്ങളിലുള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സേഫർ സൈഡിലേക്ക് പോകണോ? റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ഫാമിലി. 2 ആണെങ്കിലും ഇറ്റ്സ് ഫൈൻ. ഓൾറൈറ്റ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് ബോഡിയിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെഡിങ്സ്. കൃത്യമായി ഹെഡിങ്സ് കൊടുക്കുക. ഈ ഹെഡിങ്സ് കൊടുക്കുക എന്ന് പറയുന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, എന്താണ്? നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾക്ക് ഒന്ന് നല്ലൊരു വിസിബിലിറ്റി ഉണ്ടാവണം, എക്സാമിനർക്ക് നോക്കിയാൽ മനസ്സിലാവണം ഈ ആള് എന്താണ് ശരിക്കും ഈ പാർട്ടിൽ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഹെഡിങ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ആ ഫുൾ പാരഗ്രാഫ് വായിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ എന്താണ് അവിടെ എഴുതി വെക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിനറിന്റെ മൈൻഡ് ഫിക്സ് ആവും, ഓക്കെ ഇനി എഴുതാൻ പോകുന്നത് ഇന്ന പാർട്ടാണ്. അപ്പൊ ഇവിടെ ഒരു മേജർ ഹെഡിങ് കൊടുക്കണം, സബ് ഹെഡിങ് കൊടുക്കണം. കാരണം എന്താണ്? ഈ ക്വസ്റ്റ്യന്റെ നേച്ചർ നിങ്ങൾ നോക്കുക. ക്രിട്ടിക്കലി examine the impact of technological advancements on family and marriage. അപ്പോൾ നിങ്ങളുടെ മെയിൻ ഹെഡിങ് എന്തായിരിക്കും? ഇമ്പാക്ട് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഓൺ ഫാമിലി ആൻഡ് മാരേജ്. അതായിരിക്കും മെയിൻ ഹെഡിങ്. എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ സബ് ഹെഡിങ് എന്തെഴുതും?
പോസിറ്റീവ് ഇമ്പാക്റ്റ്. അടുത്ത സബ് ഹെഡിങ് എന്തായിരിക്കും? ഇതിന്റെ പോയിന്റ്സ് എഴുതിയതിനു ശേഷം നെഗറ്റീവ് ഇമ്പാക്റ്റ്. ഓൾറൈറ്റ്, ക്ലിയർ ആണല്ലോ? ഇൻട്രൊഡക്ഷൻ, മെയിൻ ഹെഡിങ് കൊടുക്കുക, സബ് ഹെഡിങ്സ് കൊടുക്കുക. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. അവിടെ നിങ്ങൾക്ക് ഒറ്റ ഹെഡിങ്ങേ ഉണ്ടാവുള്ളൂ. എന്തായിരിക്കും അത്? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. അവിടെ സബ് ഹെഡിങ്സിന്റെ കാര്യമുണ്ടോ? സബ് ഹെഡിങ്സ് വരുന്നത് തന്നെ ഓരോ തിങ്കേഴ്സിന്റെ ഓരോ പോയിന്റിന്റെ സബ് ഹെഡിങ്ങേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ താൽക്കോട്ട് പാർസൺസ് ഒരു ഹെഡിങ് കൊടുക്കും, GP മെർഡോക്ക് ഹെഡിങ് കൊടുക്കും. അത് പോയിന്റ് ആണ്, റൈറ്റ്? ഇവിടെ അങ്ങനെയല്ല. ഈ പോയിന്റ്സിന് മുന്നേ തന്നെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വേണം അത് എഴുതാൻ, പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. ഇനി അടുത്ത എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ, പാരഗ്രാഫ് ആയിട്ട് എഴുതണോ എന്നൊക്കെ ഉള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, റൈറ്റ്? സി there is no particular criteria or ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതിയൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതാനാണ് കൂടുതൽ കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതാം. നിങ്ങൾക്ക് പാരഗ്രാഫ് ആയിട്ട് എഴുതാനാണ് കൂടുതൽ കംഫർട്ടബിൾ എങ്കിൽ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഒറ്റ കാര്യമുള്ളൂ, ഇഫ് നിങ്ങൾ പാരഗ്രാഫ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ ഓരോ ഡയമെൻഷൻ ഉണ്ടാവുമല്ലോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന, ആ ഓരോ ഡയമെൻഷനെയും നിങ്ങൾ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് പാരഗ്രാഫ്സ് ആക്കി എഴുതുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ആ പാരഗ്രാഫിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ഡയമെൻഷൻ ഉണ്ടാവുമല്ലോ, അതിന് അണ്ടർലൈനും ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ചില ആൾക്കാർ നിങ്ങൾ പറയും പോയിന്റ് ആയിട്ട് എഴുതുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. രണ്ട് രീതിയിൽ എഴുതുന്നവർക്ക് മാർക്ക് കിട്ടാറുണ്ട്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കൂടുതൽ കംഫർട്ടബിൾ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അടിമുടി നിങ്ങളുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ യഥാർത്ഥ റൈറ്റിംഗ് സ്റ്റൈലിനെ ഈ എക്സാമിന്റെ റിക്വയർമെന്റുമായി ബന്ധപ്പെട്ടിട്ടൊന്ന് മോഡിഫൈ ചെയ്താൽ മതി, കുറച്ചായിട്ടൊന്ന് ഓൾട്ടർ ചെയ്താൽ മതി. അല്ലാതെ കംപ്ലീറ്റ്ലി ഒരു ന്യൂ സ്റ്റൈലിലേക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനിയിപ്പം ഞാൻ ജനറലി ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും സജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി, ഇതും ജസ്റ്റ് ഒരു സജഷൻ മാത്രമാണ്. ഇഫ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡയമെൻഷണൽ ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു റൈറ്റ് ഇൻ പോയിന്റ്സ്, അല്ലേ? നമ്മൾ എപ്പോഴും ഡയമെൻഷൻസ് വെച്ചിട്ടാണ് ചിന്തിക്കുക. അപ്പോൾ അത് പോയിന്റ്സ് ആയിട്ട് എഴുതി പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇഫ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വേർ യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ എ തിയറി, അവിടെ നമുക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് പേഴ്സണലി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് എങ്ങനെയാണ്? പാരഗ്രാഫ് ആയിട്ട് എഴുതുമ്പോൾ ആ ഒരു ഫ്ലോ ഉണ്ടാവും തിയറിയുടെ എക്സ്പ്ലനേഷനിൽ. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നതും ഞാൻ ജനറലി ഒരു സജഷൻ ആയിട്ട് പറയാറുള്ളതും. പക്ഷേ അഗെയിൻ ഇത് നിങ്ങളുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ രണ്ടിനെയും രണ്ട് രീതിയിലും എഴുതാം. ഇറ്റ്സ് ഓക്കെ. അതെ, ബേസിക്കലി വേർഡ് ലിമിറ്റിൽ വലിയ വ്യത്യാസം നിങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതുന്നതിലും പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതിലും വലിയ വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസേ വരുള്ളൂ. അപ്പം അതിൽ ഒരു വലിയ കാര്യം, ബിക്കോസ് രണ്ട് രീതിയിൽ എഴുതുമ്പോഴും ഓൾമോസ്റ്റ് നിങ്ങൾ 2 പേജും എഴുതും 10 മാർക്കറിന്, റൈറ്റ്? അപ്പം അതുകൊണ്ട് അതിൽ വലിയ വ്യത്യാസം വരില്ല. ക്ലിയർ ആണോ? അതിൻ്റെ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ, അല്ലെങ്കിൽ ഇനി നമ്പർ ഓഫ് പോയിന്റ്സിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഐഡിയൽ നമ്പർ ഓഫ് പോയിന്റ്സ് ഫോർ ഒരു 10 മാർക്കർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 പോയിന്റ്സ് ആണ്. അത്രേ വേണ്ടുള്ളൂ. സന്തോഷമായില്ലേ? പക്ഷേ ഈ 6 പോയിന്റ് ആയിരിക്കണം. ഓക്കെ, പോയിന്റ് ആയിരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ GS ചിലപ്പോൾ എഴുതുന്നത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1 ലൈനോ 2 ലൈനോ ആയിരിക്കും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നേരെ അതിങ്ങനെ വരഞ്ഞിടും. അത് നമ്മൾ എടുക്കൂല. ഓക്കെ, ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, ഫുൾ സെന്റൻസസിൽ എഴുതണം. ജസ്റ്റ് ഇങ്ങനെ 2 വാക്ക് എഴുതി പോകാൻ പാടില്ല ഇൻ GS. അതുകൊണ്ടാണ് GS നിങ്ങൾക്ക് പറയും 10 മാർക്കിന് 10 പോയിന്റ്, അല്ലേ? 15 മാർക്കിന് 15 പോയിന്റ്. അതിവിടെ ഇല്ല. ഇവിടെ 10 മാർക്കിന് 6 പോയിന്റും നമുക്ക് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾക്ക് അറിയായിരിക്കും, ഓപ്ഷണലിന്റെ കേസിൽ 20 മാർക്കേഴ്സ് ക്വസ്റ്റ്യനും 10 മാർക്കർ ക്വസ്റ്റ്യനും ഉള്ളത്. 20 മാർക്കർ ക്വസ്റ്റ്യൻ ഇതിന്റെ നേരെ ഡബിൾ 12 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു 2 സബ് പാർട്സ് ഉണ്ട്, അല്ലേ? പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം?
ഒരു 3 പോസിറ്റീവ് ഇമ്പാക്റ്റും 3 നെഗറ്റീവ് ഇമ്പാക്റ്റും എഴുതിയാൽ മതി. മൊത്തത്തിൽ 6. ഓക്കെ, ഇനി ഒരു ഐഡിയൽ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിന്റ്സിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 3 to 4 ലൈൻസ് വരും. ഓക്കെ ഓക്കെ 3 to 4 ലൈൻസ്. പോയിന്റ് ഒന്നല്ലേ ഉള്ളൂ, അത് ബാക്കി അതിനെക്കുറിച്ച് എഴുതിയാൽ മതിയല്ലോ നമ്മൾ. അപ്പോൾ കഷ്ടപ്പാട് കുറച്ച് കുറവല്ലേ, പക്ഷെ അത് എഴുതുമ്പം അത് പ്രോപ്പർലി കണക്ട് ചെയ്ത് എഴുതുക. ഓക്കെ, ഉദാഹരണം നമുക്ക് എടുക്കാം. ഓക്കെ, ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പോസിറ്റീവ് ഇമ്പാക്ട് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഓൺ ഫാമിലി. എന്താണ് പോസിറ്റീവ് ഇമ്പാക്ട്? ഒരു പോയിന്റ്. കണക്ടിവിറ്റി. രണ്ടുപേരും ഒരേ പോയിന്റ് ആണ് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ ഫസ്റ്റ് ഡയമെൻഷൻ എന്താണ്? കണക്ടിവിറ്റി അല്ലേ? നമ്മൾ ചിലപ്പോൾ എഴുതും ബേസിക്കലി നമ്മളുടെ പോയിന്റ്സിനകത്ത് ഇന്റർചേഞ്ചബിളി ഉപയോഗിച്ചാൽ മതി. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി 2 സബ് ഡിവിഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഫാമിലിനെയും മാരേജിനെയും സെപ്പറേറ്റ് ചെയ്യണ്ട. ഇനി വേറൊരു കാര്യം, ഫാമിലി മാരേജ് എന്ന് പറയുന്നത് ഒത്തിരി ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോഴും ഡ്യൂപ്ലിക്കേഷൻ ഓഫ് പോയിന്റ്സ് വരാൻ സാധ്യതയുണ്ട്. ഒരേ പോയിന്റിൽ മാരേജിനും ബാധകമായിരിക്കും ഫാമിലിക്കും ബാധകമായിരിക്കും. അപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവും. അപ്പോൾ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റ്സ് ആണെങ്കിൽ ഡോണ്ട് ട്രൈ ടു സെപ്പറേറ്റ് ഇറ്റ്. എന്നാൽ ഇഫ് സപ്പോസ് തന്നിരിക്കുന്ന 2 കോൺസെപ്റ്റും കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഇൻ ദിസ് കേസ് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? കണക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ആ പോയിന്റിനെ സാധാരണഗതിയിൽ GS എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക: ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വിൽ അലൗ ഇൻ ബെറ്റർ കണക്ടിവിറ്റി വിത്ത് അല്ലെങ്കിൽ എമംഗ് ഫാമിലി. കഴിഞ്ഞു അല്ലേ? ഇങ്ങനെ എഴുതിയാൽ പോരാ. എന്തുകൊണ്ട് എന്നുള്ള ഒരു ആംഗിൾ പറയണ്ടേ? ഇവിടെ നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വിൽ ഇംപ്രൂവ് കണക്ടിവിറ്റി എമംഗ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പൊ നമ്മൾ അവിടെ കുറച്ചൊരു ഇലാബറേഷൻ കൊടുക്കുക. ന്യൂ ടെക്നോളജി ലൈക്ക് സോഷ്യൽ മീഡിയ ഓർ വാട്സാപ്പ് വീഡിയോ കോൾസ് വിൽ അലൗ ഫാമിലി മെമ്പേഴ്സ് ടു കണക്ട് ബിയോണ്ട് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്, thereby increasing എന്താണ് കണക്ഷൻ ഓർ എന്താ പറയണ്ട സോളിഡാരിറ്റി എമംഗ് ദം. റൈറ്റ്? ഇപ്പോഴല്ലേ അത് കുറച്ചും കൂടി സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആയത്. മനസ്സിലായല്ലോ? അപ്പൊ വെറുതെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ചെയ്യുന്ന പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിൽ എന്ത് എന്നുള്ളത് നമ്മൾ പറയണം. അപ്പം വീഡിയോ കോൾസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത് വഴി ഫാമിലി മെമ്പേഴ്സിന് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ. thereby ഫാമിലിയുടെ റിലേഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓൾറൈറ്റ്. ഇനി അടുത്തത് പോയിന്റ് പറയോ? അത് ഫാമിലിയിൽ എന്ത് ചേഞ്ച് ആണ് വരുത്തുന്നത്? അതാണല്ലോ നമ്മളെ ചോദ്യം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഫാമിലി ആൻഡ് മാരേജിൽ അതിന്റെ ഇമ്പാക്ട് അത് നെഗറ്റീവ് അല്ലേ? ഡിജിറ്റൽ ഡിവൈഡ് ബേസിക്കലി സത്യം പറഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിനെ കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഫാമിലി ആണ്, റൈറ്റ്? അത് കുറച്ചുകൂടി നെഗറ്റീവ് കൊണോട്ടേഷനിലുള്ള ഒരു ഐറ്റം ആണ് ഡിജിറ്റൽ ഡിവൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു ആംഗിളിലാണോ അത് ഉദ്ദേശിച്ചത്? കുറെ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഡിജിറ്റൽ ഡിവൈഡ് മാറും എന്നുള്ളതാണോ? അങ്ങനെ. പക്ഷെ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയും. ഈ 2 പോയിന്റിനെയും ബേസ് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയാണ്. UPSCയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് വെദർ ഇറ്റ് ഇസ് ഫോർ GS ഓർ ഫോർ ഓപ്ഷണൽസ്. നിങ്ങൾ ആൻസർ റൈറ്റിങ്ങിനെ കുറിച്ച് എത്രത്തോളം GSൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സോഷ്യോളജിയുടെ ബേസിസിൽ ഞാൻ പറയാണ്, നമ്മൾക്ക് UPSC വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് GSലാണെങ്കിലും ഓപ്ഷണൽസിലാണെങ്കിലും, അത് ഏത് ഓപ്ഷണൽസ് എടുത്താലും ചോദിക്കുക. ഓക്കെ, ഈ ചോദ്യത്തിന് കണക്കായി ഉത്തരം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? മാർക്ക് കിട്ടുള്ളൂ. ഇപ്പം ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ സ്പെസിഫിക് ആയി ചോദിച്ചിരിക്കുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം ഫാമിലിയിൽ എന്ത് ഇമ്പാക്റ്റ് വന്നു, അല്ലേ? ഇപ്പം ഡിജിറ്റൽ ഡിവൈഡിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കൊണ്ട് ഫാമിലി അത് ഉപയോഗിക്കുന്നത് കാരണം ഡിജിറ്റൽ ഡിവൈഡ് മാറി എന്ന് പറയുന്നത് ഫാമിലിയിലുള്ള ഇമ്പാക്റ്റ് ആണോ? അതൊരു ജനറൽ ഇമ്പാക്റ്റ് ആണ്. അപ്പൊ അത് നമ്മളുടെ ക്വസ്റ്റ്യന്റെ ഡിമാൻഡിന്
ഫുൾഫിൽ ചെയ്യില്ല. സിമിലർലി നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ടായിരുന്നല്ലോ. ആ അത് പറയാം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാരണം ജോബ് ഓപ്പർച്യൂണിറ്റി, അത് നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ചിന്തിക്കണം എന്നറിയോ? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന നേരത്തെ പോയിന്റ് ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ഉപകാരം ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇവിടെ എഴുതാൻ പാടില്ല. ഇവിടെ കൃത്യമായിട്ട് ഫാമിലിയിൽ എന്തൊക്കെ ഇമ്പാക്ട് എന്നുള്ളതാണ്. ഈ പോയിന്റ് പറഞ്ഞല്ലോ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം കുറച്ചും കൂടി ബെറ്റർ എംപ്ലോയ്മെന്റ് കിട്ടുന്നത്. അതിനെ കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം വിമനും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടി. എസ്പെഷ്യലി പെട്രിയാർക്കൽ സൊസൈറ്റീസിൽ അവർക്ക് വർക്ക് ഫ്രം ഹോം പോലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് വഴി എക്കണോമിക് എംപവർമെന്റ് വരികയും അതുവഴി വിമന്റെ പൊസിഷൻ വിത്തിൻ ഫാമിലി എന്ത് ചെയ്തു? ഇംപ്രൂവ് ചെയ്തു. ഫാമിലി കുറച്ചും കൂടി ജെൻഡർ ഈക്വൽ ആയില്ലേ? അതല്ലേ ഒരു പോസിറ്റീവ് ഇമ്പാക്ട്. അതിനെ മനസ്സിലായോ? ഈ ഒരു ലെവലിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. ഇത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ 2 ലൈൻ മതിയെങ്കിൽ ഇനഫ്. ഇനി ഇത് കണക്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ 3 ലൈൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് 3 ലൈനിൽ ചെയ്യാം. ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് ഈ 4-5 ലൈനിന്റെ മുകളിലേക്കൊന്നും പോകാൻ പാടില്ല. ഓക്കെ, ഒരു മാക്സിമം ഒരു 3 to 4 ലൈൻസ് ഇൻക്ലൂഡിങ് എക്സാമ്പിൾസ് അത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുള്ളൂ. അങ്ങനെ ഒരു 6 പോയിന്റ്, ഇതാണ് നമ്മൾ ആവശ്യം. സെറ്റാണല്ലോ. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയ പാടായതുകൊണ്ട് ഈ ജെൻഡറിനെ കണക്ട് ചെയ്യണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഇപ്പം കിട്ടില്ല. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോഷ്യോളജി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡയമെൻഷൻസ് കിട്ടും. നമ്മൾക്ക് മെയിൻ ആയിട്ട് വരാൻ പോകുന്ന ഡയമെൻഷൻ എന്താ? 1 ജെൻഡറിന്റെ ഡയമെൻഷൻ വരും, 2 ക്ലാസിന്റെ ഡയമെൻഷൻ വരും, അല്ലേ? 3 കാസ്റ്റിന്റെ ഡയമെൻഷൻ വരും, എഡ്യൂക്കേഷന്റെ ഡയമെൻഷൻ വരും. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് ഉണ്ട്. ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ഇതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് നിങ്ങൾക്ക് മനസ്സിലായാൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ ഒരു ആംഗിൾ നിങ്ങൾ ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് കുറേ ഡയമെൻഷൻ കിട്ടും. അതിന്റെ മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് എക്കണോമിക് എംപവർമെന്റ് പറയുമ്പോൾ വെറുതെ എക്കണോമിക് എംപവർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഇല്ല, അല്ലേ? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാരണം ഫാമിലിക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടായി എന്ന് പറയണമെങ്കിൽ അവിടെ വിമന്റെ പൊസിഷൻ ഇൻ ഫാമിലി മാറി. അപ്പൊ അതിനെ കണക്ട് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വർക്ക് ഫ്രം ഹോം പോലുള്ള കാര്യങ്ങളും അതുവഴി വിമന് കൂടുതൽ ജോലി സാധ്യതകൾ കിട്ടുന്നതും ഒക്കെ കണക്ട് ചെയ്യാം, എസ്പെഷ്യലി കൺസിഡറിങ് ദ പെട്രിയാർക്കൽ നേച്ചർ ഓഫ് ദ സൊസൈറ്റി. ക്ലിയർ ആണോ? അതിന്റെ മനസ്സിലായോ? ഇനി അടുത്തൊരു പോസിറ്റീവ് ഇമ്പാക്ട് എന്ത് പറയാൻ പറ്റും? എങ്ങനെയാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇമോഷണൽ സപ്പോർട്ടിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ഫാമിലിനെ റീപ്ലേസ് ചെയ്യല്ലേ? ChatGPTന്റെ അടുത്ത് ഇമോഷണൽ സപ്പോർട്ട് ചോദിക്കുമ്പം പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ഫാമിലി അല്ല നമ്മൾ പറയുന്നത്, ഇൻഡിവിജ്വലിനുള്ള പോസിറ്റീവ് ഇമ്പാക്ട് അല്ലേ? അതും പറയാം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹൗസ് ഹോൾഡ് ചോഴ്സിനുള്ള ടൈം, അല്ലെ, ടൈം പോവർട്ടി ഓഫ് ഫാമിലി അവോയ്ഡ് ചെയ്യുന്നില്ലേ? എല്ലാത്തിനും റോബോട്ടും മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലിക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം എന്ത് ചെയ്യാൻ പറ്റും? സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് ഫാമിലിയുടെ ഓവറോൾ എന്ത് ചെയ്യും? വെൽബീയിങ്ങിനെയും സോളിഡാരിറ്റിനെയും പോസിറ്റീവായിട്ട് ബാധിക്കും. ക്ലിയർ? അതിന്റെ മനസ്സിലായോ? വേറെ ആരോ എന്തോ പോയിന്റ് പറയാം. പറയാം. അതായത് ഇപ്പം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ പാരന്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാം, അല്ലേ? എന്താ സംഭവം? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉള്ളത് കൊണ്ട് കുറേ അധികം ടൂൾസ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുവഴി ന്യൂ മെത്തേഡ്സ് ഓഫ് പാരന്റിങ് പേരൻസിന് മനസ്സിലാവുന്നു. അത് ഓവറോൾ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രനെ നന്നായിട്ട് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ഇപ്പൊ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം കൂടുതൽ അവയർനെസ് ഇല്ലേ? കുട്ടികൾ അടിക്കാൻ പാടില്ല, അല്ലെ? കുട്ടികളടുത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം. അപ്പൊ അത് കൂടുതൽ ആളുകൾക്ക് ആ അവയർനെസ് വരുമ്പം പാരന്റിങ്ങും പ്രൈമറി സോഷ്യലൈസേഷൻ ഒക്കെ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യും. അതൊരു പോസിറ്റീവ് ഇമ്പാക്ട് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ആംഗിളിലൊക്കെ നിങ്ങൾക്ക് പറയാം. പറഞ്ഞോ. സൈക്കോളജിക്കൽ ഇമ്പാക്ട് അവിടെ പറഞ്ഞില്ലായിരുന്നു. അത് ചാറ്റ്ജിപിടി അല്ലാതെ നമുക്ക് പറഞ്ഞൂടെ കുറച്ചുകൂടെ? ഇപ്പം കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാനുള്ളത് കുറച്ചുകൂടെ ചീപ്പർ ആക്കി, അല്ലെങ്കിൽ കൂടുതൽ ഓൺലൈനിൽ നമുക്ക് like for couples and issues ഉണ്ടെങ്കിൽ they don't have to wait to go and meet the doctor. പറയാം.
പറയാം. സ്റ്റെബിലിറ്റി ഓഫ് ഫാമിലി ഇംപ്രൂവ് ചെയ്യാനും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എസ്പെഷ്യലി റിലേറ്റഡ് ടു ഇങ്ങനെ കൗൺസിലിംഗ് സർവീസസ് ഒക്കെ ഡിജിറ്റലി അവൈലബിൾ ആവുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസിലി അവർ അത് എടുക്കുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് കൂടുന്നു. ആസ് എ റിസൾട്ട് സ്റ്റെബിലിറ്റി വിത്തിൻ ദ ഫാമിലി ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സി ഇവിടെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നിങ്ങൾ ഇനിയും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരു 10 പോയിന്റ് കിട്ടും. ഓക്കെ, സെക്യൂരിറ്റി ഡെഫിനറ്റ്ലി യെസ്. യാ ഫാമിലി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വിത്തിൻ ഫാമിലി, ആ ഒരു ഫാമിലിനകത്തുണ്ടാവുന്ന സെക്യൂരിറ്റി കൺസേൺസിന് അലൈസ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ പറയാം. ആ സെക്യൂരിറ്റി ഫംഗ്ഷൻ ഓഫ് ഫാമിലി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു ഒക്കെ നമുക്ക് പറയാം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം ഏതാണ് കറക്റ്റ് പറയാം. അതായത് കുട്ടികളില്ലാത്ത ഫാമിലീസിന് കുട്ടികൾ അല്ലേ, എന്നാൽ പ്രഗ്നൻസി പോകണ്ടാത്ത ആളുകൾക്ക് അല്ലാത്ത രീതിയിൽ കുട്ടികൾ, സർഗസി, ഇതൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് അല്ലേ? ഐഡിയ മനസ്സിലായി. അപ്പോൾ ഒരുപാടധികം പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് മോർ ദാൻ 10 പോയിന്റ്സ്. പക്ഷെ നമുക്ക് എത്രയേ വേണ്ടുള്ളൂ? 3 മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇത്ര സിമ്പിൾ അല്ല എന്നാണോ? ഇത് നമ്മൾ ഇങ്ങനെയുള്ള കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ ഓരോ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോകും. ഇത് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ പറയാൻ മറന്നുപോയി. എഴുതിയെടുക്കണം എല്ലാവരും. ഓക്കെ, അപ്പം കാരണം ഇത് നമ്മളെ നോട്ടിലൊന്നും ഇല്ലാത്ത സംഭവമാണ്. എഴുതിയില്ലേ? എഴുതിയിട്ട് ജസ്റ്റ് ആ പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതി. ബാക്കി എക്സ്പ്ലനേഷൻ യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ്, റൈറ്റ്? അപ്പം അതുകൊണ്ട് ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഇനി പറഞ്ഞോ. യെസ്, കെയർ ഫംഗ്ഷൻ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ അപ്ലയൻസസ്, ടൈം പോവർട്ടി, അതിനകത്ത് കെയർ ഫംഗ്ഷൻസ് പറയാം. സർവൈലൻസ്, മാരേജിന്റെ കേസിൽ ഡെഫിനറ്റ്ലി, മാരേജിന്റെ കേസിൽ നിങ്ങൾക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള പോസിറ്റീവ് ഇമ്പാക്ട് എന്താണ്? വൈഡർ ചോയ്സ് അല്ലേ? ഈ പറയുന്ന സെലക്ഷൻ ഓഫ് മെയ്റ്റ്സിൽ വൈഡർ ചോയ്സസ് കിട്ടുന്നു, എസ്പെഷ്യലി ഡേറ്റിംഗ് ആപ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. അത് പറയാം, പോസിറ്റീവാണ്. മനസ്സിലായോ? വൈഡർ ചോയ്സസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡേറ്റിംഗ് ആപ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഇൻ നട്ട്ഷെൽ പറയുകയാണെങ്കിൽ കെയർ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി ഇംപ്രൂവ് ആവുന്നു ബിക്കോസ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. അവിടെ CCTV ക്യാമറ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം, അത് കെയർ ഫംഗ്ഷനിൽ ഉൾപ്പെടുത്താം. ടൈം പോവർട്ടി, ഫാമിലിയിൽ അനുഭവിക്കുന്ന ടൈം പോവർട്ടി ഓവർകം ചെയ്യാം, അഗെയിൻ ബിക്കോസ് ഓഫ് അപ്ലയൻസസ്. ടൈം പോവർട്ടി, റൈറ്റ്? ടൈം പോവർട്ടി, ഈ ടൈം പോവർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും വിമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. വിമൻ ഈ കെയർ ഫങ്ഷൻസ് മൊത്തം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വേറെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവാറില്ല, അല്ലേ? ബിക്കോസ് ഈ വീട്ടിലുള്ള എല്ലാവരെയും നോക്കുക എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ വിമൻ്റെ ഒരു ഡേയിലെ ടൈം മൊത്തം തീരും. അതുകൊണ്ട് അവർക്ക് വേറെ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനെ നമ്മൾ പറയുന്നതാണ് ടൈം പോവർട്ടി ഫേസ്ഡ് ബൈ വിമൻ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലയൻസസിൻ്റെ യൂസോട് കൂടി കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ? ഇത് മനസ്സിലായല്ലോ? പിന്നെ IVF പോലുള്ള ഹെൽത്ത് റിലേറ്റഡ് മെഡിക്കൽ ഇൻ്റർവെൻഷൻസും അതുവഴി ഫാമിലിയുടെ നേച്ചർ മാറുന്നു, റൈറ്റ്? അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയാം. കുട്ടികളില്ലാത്ത പേരൻസിന് കുട്ടികൾ, അല്ലേ? അങ്ങനെയുള്ള സർഗസീനെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇൻ്ററാക്ഷൻസ് വിത്തിൻ ഫാമിലി ബോണ്ടിങ് കൂടും. ജോഗ്രഫിക്കൽ ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റും, അതും പറയാം. നമ്മൾ കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ? ക്ലിയർ അല്ലേ? ആ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് വരേണ്ട വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ യൂട്യൂബ് നോക്കി അവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നു, എന്നിട്ട് അവർ പഠിച്ചു, അവർക്കൊരു മൊബിലിറ്റി കിട്ടി. അവർക്ക് മൊബിലിറ്റി കിട്ടിയതിന് ശേഷം അവർ ഫാമിലിനെ നന്നായിട്ട് നോക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് ആണ്. കൂടുതൽ ഡയറക്റ്റ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോയിന്റ് ഡയറക്റ്റ് ആണ്. ഏതാണ്? ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു, എസ്പെഷ്യലി ഫോർ വിമൻ. അങ്ങനെ കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പിടിക്കാൻ നോക്കുന്നതായിരിക്കും ബെറ്റർ. അത് തെറ്റാണെന്നല്ല, പക്ഷെ അത് എഴുതി പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ 4-5 ലൈനിൻ്റെ മുകളിൽ പോയേക്കാം. ഓൾ റൈറ്റ്.
സെറ്റ് അല്ലേ? എന്നാ നെഗറ്റീവ് ഇമ്പാക്ട്സോ? ആ കേട്ടില്ല. ആ ആ പേരൻസിന്റെ പ്രസൻസ് ഇല്ലാത്തതിന്റെ ഇഷ്യൂസ് പറയാം. ഓക്കെ, പറയാം. ആ ആ അടുത്തൊരു കാര്യം നമ്മൾ പറയേണ്ടത്, ഫാമിലി ആൻഡ് മാരേജിനെ ഈ പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എഫക്ട് ചെയ്യുന്നത് റിലേറ്റീവ് ഡിപ്രവേഷൻ ആണ്. എന്താണ് ഈ റിലേറ്റീവ് ഡിപ്രവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്? എന്താണ് റിലേറ്റീവ് ഡിപ്രവേഷൻ? കേട്ടിട്ടുണ്ടോ? ഈ ടേമും നോട്ട് ഡൗൺ ചെയ്യുക. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ ഭാഗം ഉപയോഗിക്കുന്ന ഒരു ടേം ആയിരിക്കും റിലേറ്റീവ് ഡിപ്രവേഷൻ. റിലേറ്റീവ് ഡിപ്രവേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഫീലിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിലേറ്റീവ് ഡിപ്രവേഷൻ. ഓക്കെ, വി ഫീൽ ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു ആക്സസ് റിസോഴ്സസ് ദാറ്റ് അതേഴ്സ് ആർ ഏബിൾ ടു ആക്സസ്. ഓക്കെ, അതിന് മനസ്സിലായോ? റൈറ്റ്. ഇപ്പോൾ റിലേറ്റീവ് ഡിപ്രവേഷൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ സോഷ്യൽ മീഡിയ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കുന്ന ഏറ്റവും മെയിൻ സാധനം അതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഡിപ്രവേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ കുറേ ആൾക്കാർ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ടാവും, അല്ല എന്തൊക്കെയൊക്കെയോ ഞാൻ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട്, അല്ലേ? കുറേ ടൂറ് പോകുന്ന ഫോട്ടോസ് ഇടുന്നുണ്ടാവും, അവരുടെ അടുത്തുള്ള പല മെറ്റീരിയൽ പൊസഷൻസിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇടുന്നുണ്ടാവും. അപ്പം അത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് എന്ത് തോന്നാം? അവർക്കെല്ലാം ഉണ്ട്, നമ്മൾക്കൊന്നുമില്ല, അല്ലേ? എസ്പെഷ്യലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടും. കാരണം നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ പോയിട്ടുള്ള ഫോട്ടോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? നമ്മളിങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ പുസ്തകത്തിന് മുമ്പിൽ ഇരിക്കുകയും അവർ ഫുള്ള് ലൈഫ് എന്ത് ചെയ്യുന്നു, ചില്ല് ചെയ്യുന്നു എന്നൊക്കെയുള്ള തോന്നൽ വരാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് ഡിപ്രവേഷൻ. മറ്റുള്ളവർക്ക് കിട്ടുന്ന പലതും നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഈ റിലേറ്റീവ് ഡിപ്രവേഷൻ ഫീലിംഗ് വളരെയധികം നമ്മളെ സൊസൈറ്റിയിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. ഇത് തന്നെയാണ് ഫാമിലിക്കുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫാമിലിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺഅച്ചീവബിൾ ആയിട്ടുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഹണിമൂണ് പോവുക, ഓക്കെ, അതേപോലെ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഗിഫ്റ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് നടത്തുക എന്നൊക്കെ പറയുമ്പം ഇത് കാണുമ്പം ചില ആളുകൾക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ സ്പൗസിൻ്റെ അടുത്ത് നിന്ന് ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ള റിലേറ്റീവ് ഡിപ്രവേഷൻ ഫേസ് ചെയ്യാലോ. അതുവഴി എന്ത് സംഭവിക്കാം? കുടുംബ കലഹം ഉണ്ടാവാം. അവസാനം കുടുംബത്തിൽ എന്തുണ്ടാവും? ബ്രേക്ക് ഡൗൺ ഓഫ് ഫാമിലീസ് ഉണ്ടാവും. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞതല്ല, അത് റിലേറ്റീവ് ഡിപ്രവേഷൻ ഉണ്ടാവും. അതുവഴി ഫാമിലിയിൽ എന്തുണ്ടാവാം? ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം. ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ പറഞ്ഞു. ഇൻക്രീസ് ഇൻ വെഡിങ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് പോലത്തെ ഇതിന്റെ ഒരു ഔട്ട്കം. പിന്നെ ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന ഇൻക്രീസിങ് എക്സ്പെൻഡിച്ചർ ഓൺ മാരേജ് ആയിക്കോട്ടെ, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ഡിപ്രവേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്കായിരിക്കും എന്തുണ്ടാവില്ല? ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്, എന്താണെന്നറിയോ? ഹൈപ്പർ റിയാലിറ്റി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഹൈപ്പർ റിയാലിറ്റി. ഓക്കെ, നമ്മൾ വിചാരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്, ശരിക്കും അത് റിയൽ ആയിരിക്കണം എന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് നമ്മൾ പറയില്ലേ റിയൽ വേഴ്സസ് റിയൽ ലൈഫ് എന്ന് പറയുന്ന പോലെ, അത് പ്യുവർലി റിയൽ ബേസ്ഡ് ആയിരിക്കും. പക്ഷെ വാട്ട് വി പെർസീവ് ഇറ്റ് ആസ് റിയൽ, അല്ലേ? ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? നമുക്ക് റിലേറ്റീവ് ഡിപ്രവേഷൻ. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? ബ്രേക്ക് ഡൗൺ ഓഫ് ഫാമിലീസ് ആൻഡ് മാരേജ്. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ? അത് നമുക്ക് പറയാം. ക്ലിയർ ആണോ? നൗ ഇതൊക്കെ കുറെ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. ശരിക്കും ഡൗരി സിസ്റ്റം ആൻഡ് സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ ഇറ്റ്സ് ഓഫ് ഡിഫറെന്റ് നേച്ചർ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ഡൗരി എന്ന് പറയുന്ന ഒരു പെട്രിയാർക്കൽ സെറ്റപ്പ് ആണ്, അല്ലെ? അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഡൗരി ഇൻ ഇറ്റ് സെൽഫ് ഒരു സ്റ്റേറ്റസ് സിമ്പിളായി മാറി. എത്ര ഡൗരി കൊടുത്തു എന്നുള്ളത് ഒരു സ്റ്റേറ്റസിന്റെ കാര്യമായി മാറി. പിന്നെ അത് ആൾക്കാർ അങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. റൈറ്റ്. അപ്പം അതൊരു ഡിഫറെന്റ് നേച്ചറാണ്. അതൊരു പെട്രിയാർക്കിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റസ് അറ്റാച്ച്മെന്റും അങ്ങനെ.
എന്നാൽ സോഷ്യൽ മീഡിയയിൽ എന്താന്ന് വെച്ചാൽ ഡേ ടു ഡേ ബേസിസിൽ ഇന്ററാക്ഷൻസിൽ നമ്മളുടെ എക്സ്പെക്ടേഷൻസ് റിഗാർഡിങ് ലൈഫ് എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റുന്നു. അങ്ങനെ വരുമ്പം അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് വരികയും അത് ഫാമിലി ബ്രേക്ക് ഡൗണിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ രണ്ടും അൾട്ടിമേറ്റ്ലി ബ്രേക്ക് ഡൗൺ ആണ്, പക്ഷെ രണ്ട് വഴിയിലൂടെ എന്നുള്ളത്. ആ പറയാം. അടുത്തൊരു പോയിന്റ് ആയിട്ട് എന്താണ് ഇവിടെ ചോദിക്കാൻ പോയത്, ഇവിടെ ചോദിച്ചതോ, അതായത് ഡൗരി റിലേറ്റഡ് ആയിട്ടും ഇതേപോലെ ഇഷ്യൂസ് വരുന്നില്ലേ, അതിന് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് റിലേറ്റീവ് ഡിപ്രവേഷൻ. അപ്പൊ രണ്ട് നേച്ചറാണ്. ഡൗരി എന്ന് പറയുന്നത് ഒരു പെട്രിയാർക്കൽ സിസ്റ്റമിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നീട് അതൊരു സ്റ്റേറ്റസ് സിമ്പിളായി മാറി. ഇത്ര ഡൗരി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്റ്റേറ്റസ് ആണ്. അപ്പോൾ കുറച്ച് ഡൗരി കൊടുത്തെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങി. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾക്കാർ അതിനെ ചൂഷണം ചെയ്യാനും തുടങ്ങി. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യമാണ്, പക്ഷെ ഇറ്റ്സ് നോട്ട് റിലേറ്റഡ്. ആ ഓക്കെ, അത് പറയാം. അതൊക്കെ റിലേറ്റീവ് ഡിപ്രവേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലഞ്ച് ബോക്സസ് അല്ലേ, ആ ലഞ്ച് ബോക്സ് ഭയങ്കര എസ്തെറ്റിക് ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് ലഞ്ച് ബോക്സ് വേണം എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ വാശി പിടിക്കുക, അത് മദേഴ്സിന് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ ഉള്ളതും ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ പറയാം. ഓവറോൾ മൊത്തത്തിലൊരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. അതെ. ഇനി ഇവിടെ പറഞ്ഞ പോയിന്റ് ഉണ്ടായിരുന്നു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ്. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയാം. എന്താണ്, ഫാമിലിയിൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസും മീനിങ് ഫുൾ കോൺവെർസേഷൻസും നടക്കുന്നില്ല. എന്താണ് ഈ മീനിങ് ഫുൾ കോൺവെർസേഷൻസ് നടക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാര്യം? എല്ലാവരും വാട്സാപ്പിലായി. ഫാമിലിക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിനകത്ത് അപ്ഡേറ്റ് വരും, ലഞ്ച് ടേബിളിൽ വെച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ അതിന് തംസപ്പ് കൊടുക്കും, പോയി തന്നും റൈറ്റ്. അപ്പം ശരിക്കും ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ കുറയാണ്, മീനിങ് ഫുൾ ഇന്ററാക്ഷൻസ് കുറയാണ്, എല്ലാം ഡിജിറ്റൽ ഇന്ററാക്ഷൻസ് മാത്രമാണ്. ഈ ഡിജിറ്റൽ ഇന്ററാക്ഷൻസ് എന്താണ്, വളരെയധികം ഷാലോ ആണ്. ആസ് എ റിസൾട്ട് ഒരു സൈക്കോളജിക്കൽ വോംത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, റൈറ്റ്. അപ്പോൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഫാമിലിയിൽ നടക്കുന്നു. ഫാമിലിന്റെ ബോണ്ടിങ് അതുകൊണ്ട് തന്നെ ബാധിക്കും. ഏതാണ്? ഓ പറയാം. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഇൻക്രീസ് ആവുന്നുണ്ട്. അതിനുള്ള വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കേട്ടു, എനിക്കറിയില്ല. അപ്പൊ എനിക്കറിയില്ല, ഞാൻ കേട്ടതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പം അപ്പോൾ അതൊക്കെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും അതുവഴി ഫാമിലി ബ്രേക്ക് ഡൗണിലേക്കും ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, പറഞ്ഞോ. നമ്മളിപ്പം വർക്ക് ഫ്രം ഹോമും ഓൺലൈൻ വർക്ക് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വർക്ക് ലൈഫ് ബാലൻസിന്റെ ബൗണ്ടറീസ് കുറഞ്ഞു. ഡെഫിനറ്റ്ലി ആ പോയിന്റ് പറയാം. അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം വർക്ക് ലൈഫ് ബാലൻസ് കുറയുന്നു, അത് ഫാമിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ടൈം പോവർട്ടി മാറ്റുന്നു, അതുകൊണ്ട് ഫാമിലിക്ക് ബെറ്റർ ആണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം വർക്ക് ഫ്രം ഹോം വന്നപ്പോഴത്തേക്ക് വർക്കൊന്നും ഫാമിലി എന്നുള്ള ബൗണ്ടറി ഇല്ലാതായി. ആ ബൗണ്ടറി ബ്ലേഡ് ആണ് ഇപ്പം, അല്ലേ? എസ്പെഷ്യലി വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫിക്സ്ഡ് ടൈം ഫോർ വർക്ക് ഇല്ല. പണി തീരുന്നത് ഒരു വർക്കാണ്, അല്ലേ? അസൈൻ ചെയ്ത ടാസ്ക് തീർക്കുന്നത് ഒരു വർക്കാണ്. അത് സംടൈംസ് എന്ത് ചെയ്യും, ലേറ്റ് നൈറ്റ്സ് വരെ പോവാം. പണ്ട് എന്ന് പറയുന്നത് മോർണിംഗ് ഒരു 10 to 6 ഓഫീസിലുള്ള ടൈമിൽ മാത്രമേ വർക്ക് ചെയ്യുന്നത്. അപ്പം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം ഇങ്ങനെയുള്ള ന്യൂ ഫോംസ് ഓഫ് വർക്ക് അറേഞ്ച്മെന്റ്സ് വന്നു. അതെന്ത് ചെയ്തിട്ടുണ്ട്, വർക്കും ഫാമിലിയും തമ്മിലുള്ള ലൈൻസിനെ, ആ ബൗണ്ടറിനെ ബ്ലർ ചെയ്തു. ആസ് എ റിസൾട്ട് അത് ഫാമിലി ലൈഫിന് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുന്നു. പറയാലോ? ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്താണ് അതിന് പറയാം, ജനറേഷൻ ഗ്യാപ്പ്, അല്ലേ? പെട്ടെന്ന് ആ ടേമിൽ എനിക്ക് എന്തോ ഒരു പ്രശ്നമുള്ളൂ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം, ജനറേഷൻ ഗ്യാപ്പ് എന്നല്ലേ? ജെൻസി അങ്ങനെയല്ല, ജനറേഷൻ ഗ്യാപ്പ് ഇൻ ജനറൽ. ഈ എന്താണ് ശരിക്കും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം? എന്തുകൊണ്ടാണ് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നത്? ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ചെറിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവാം, അല്ലേ? ഉണ്ടാവും. കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം
എനിക്ക് വയസ്സ് 34 അല്ലേ? നിങ്ങൾ എല്ലാവരും ഏർലി 20s അത്രേ ആയിട്ടുള്ളൂന്നോ? അങ്ങനെ ഞാൻ പലരിടത്തും കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ 90s കിഡാണ്. നിങ്ങൾ എല്ലാവരും മോസ്റ്റ് പ്രോബബ്ലി ഒരു ഏർലി 2000s ജനിച്ച ആൾക്കാരായിരിക്കാം അല്ലേ? ഒരു 2002, 2003, റൈറ്റ്? അപ്പോൾ ബേസിക്കലി എങ്ങനെ പോയാലും ഒരു 10 വയസ്സിന്റെ ഡിഫറൻസ് ഞാനും നിങ്ങളും തമ്മിലുണ്ട്. ഇപ്പം തന്നെ പറയുകയാണെങ്കിൽ മില്ലേനിയൽസ് ആൻഡ് ജെൻസി എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. എന്തുകൊണ്ട് നമ്മൾ തമ്മിൽ ആ ഡിഫറൻസ് വരുന്നു? സൊസൈറ്റി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സൊസൈറ്റിയുടെ വാല്യൂസും നോംസും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അപ്പം ഞാൻ വളർന്നു വരുന്ന എൻ്റെ ഒരു പ്രൈം ഏജിൽ ഈ സൊസൈറ്റിയിൽ ഉണ്ടായ നോംസും വാല്യൂസും അല്ല നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി. രണ്ടാമത്തെ കാര്യം, മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ എക്സ്പോഷർ നിങ്ങൾക്കുള്ളതും എനിക്കുള്ളതും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ വളർന്ന അത്യാവശ്യം എൻ്റെ ഒരു 10th സ്റ്റാൻഡേർഡിലൊക്കെ എത്തിയപ്പോഴാണ് സ്മാർട്ട് ഫോൺ വളരെയധികം എന്താവുന്നത്? പോപ്പുലർ ആവുന്നതും അത് വൈഡ്ലി അവൈലബിൾ ആവുന്നതും. എന്നാൽ നിങ്ങളെല്ലാവരും ഒന്ന് വളരുമ്പോഴത്തേക്ക് തന്നെ എന്ത് പോപ്പുലർ ആയിട്ടുണ്ട്? സ്മാർട്ട് ഫോൺ പോപ്പുലർ ആയിട്ടുണ്ടാവും. ബിക്കോസ് ഐ ഫീൽ 2007 ആ സമയത്താണ് ഐഫോൺ വരുന്നതും അതോടെ പിന്നെ എല്ലാവരും സ്മാർട്ട് ഫോൺസിലേക്ക് നീങ്ങുന്നു, റൈറ്റ്? ഇപ്പം നിങ്ങൾക്ക് ആ സമയത്ത് അറൗണ്ട് ഒരു 5 വയസ്സോ 6 വയസ്സോ ഒക്കെ ആയിരിക്കും. 2 വയസ്സോ? അയ്യോ. അപ്പോൾ ഞാൻ എന്നാൽ ആ സമയത്ത് 10th ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആസ് എ റിസൾട്ട് നിങ്ങൾക്കുള്ള ടെക്നോളജിക്കൽ എക്സ്പോഷർ എനിക്കുള്ള ടെക്നോളജിക്കൽ എക്സ്പോഷർ ഡിഫറെൻ്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള വേരിയസ് സൊസൈറ്റിയിലുള്ള മാറ്റങ്ങൾ കാരണം നമ്മൾ തമ്മിൽ എന്തുണ്ടാവും? ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. ഐഡിയ മനസ്സിലായല്ലേ? നൗ ഈ ടെക്നോളജി ആൻഡ് ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഈ ജനറേഷൻ ഗ്യാപ്പിൻ്റെ ടൈം പീരിയഡ് കുറച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം 1960s ജനിച്ച ഒരാളും 1980s ജനിച്ച ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ കൂടുതലാണ് 1990s ജനിച്ച ഞാനും ഒരു 2010 ശേഷം ജനിച്ച കുട്ടികളും തമ്മിൽ ഉണ്ടാവുക. കാരണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് കാരണം ഫാസ്റ്റർ ചേഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അത് കാരണം ജനറേഷണൽ ഗ്യാപ്പ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള ടൈം പീരിയഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇത് കാരണം വേറൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പം എല്ലാ ഇൻ്ററാക്ഷൻസും ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ എൽഡർലി പോപ്പുലേഷൻ അതെന്താണ്? ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് ഉണ്ടാവില്ലേ? അല്ലേ? ഇപ്പം എല്ലാ ഇൻ്ററാക്ഷൻസും ഫാമിലിയിൽ നടക്കുന്ന ഫാമിലി ഗ്രൂപ്പിലായിരിക്കും. ഒരു ടൂർ പോയാൽ ഫോട്ടോസ് ഇടുന്നത് അവിടെ ആയിരിക്കും. ഉണ്ടാക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം എല്ലാം എവിടെ ഇടും? ഈ ഫാമിലി ഗ്രൂപ്പിലിടും. ഇവിടെ എന്നാൽ ഇതിന് നേരിട്ട് ആക്സസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളുടെ വീട്ടിലുള്ള ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഇങ്ങനെയുള്ള ആളുകൾക്ക്. അപ്പോൾ അവർ ലെഫ്റ്റ് ഔട്ട് ആവുമല്ലേ? അത് അവരിലേക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഒരു ഏലിനേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് പറയാൻ പറ്റും, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് കൂടുതൽ ഡിജിറ്റൽ ആയപ്പം ഈ ഡിജിറ്റലി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉള്ളത് കാരണം എൽഡർലി പോപ്പുലേഷൻ എന്താവുന്നു? ഏലിനേറ്റഡ് ആവുന്നു, ലെഫ്റ്റ് ഔട്ട് ആവുന്നു. ജനറേഷൻ ഗ്യാപ്പ് കുറയാണ് ചെയ്യുന്നതെന്നോ? നമ്മൾ ഈ പറയുന്ന ജനറേഷൻ ഗ്യാപ്പ് കുറയുന്നു എന്നുള്ളൊരു ആംഗിൾ ഇപ്പം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. ജനറേഷൻ ഗ്യാപ്പ് കുറയുന്നു എന്നുള്ളത് നിങ്ങൾ പറയുന്ന ആംഗിൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അവയർനെസ് കിട്ടുന്നതുകൊണ്ടാണോ? എക്സ്പോഷറിൻ്റെ ആംഗിളിലാണോ? പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ തോട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ അക്കസ്റ്റംഡ് ആയ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാല്യൂസ്, അതിൽ ശരിക്കും നല്ല ഡിഫറൻസസ് വരുന്നില്ലേ? കുറച്ചും കൂടി ഇങ്ങനെയുള്ള എക്സ്പോഷർ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് പെരുമാറാൻ നോക്കുന്നല്ലേ ഉള്ളൂ. പക്ഷെ ആ ജനറേഷൻ ഗ്യാപ്പ് അടിസ്ഥാനപരമായി അവിടെ എന്തുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾ നമ്മളുടെ പേരൻസിനെയും നമ്മളുടെ ഗ്രാൻഡ് പേരൻസ് ആയ സമയത്തുള്ള കാര്യത്തെയാണ് കമ്പയർ ചെയ്യുന്നത്. അവർ തമ്മിൽ വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണ്? ജനറേഷൻ ഗ്യാപ്പാണ്. ഇപ്പം എൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് ഡീൽ ചെയ്തത് പോലെയല്ല ഞാൻ എൻ്റെ മകളുടെ അടുത്ത് ഡീൽ ചെയ്യുന്നത്. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്, റൈറ്റ്? അപ്പം ഇനിയിപ്പോൾ എൻ്റെ മകൾ നാളെ പേരൻ്റ് ആയാൽ അവളുടെ മകളുടെ അടുത്തോ മകൻ്റെ അടുത്തോ ഡീൽ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ഐഡിയ മനസ്സിലായോ? അപ്പം അത് നമ്മൾ വിചാരിക്കും ജനറേഷൻ ഗ്യാപ്പ് കുറയാണല്ല, അത് ഓരോ പേരൻസും വളർന്നു വരുന്ന സമയത്തുള്ള സോഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് മാറുകയാണ്. സെക്കൻഡ് തിങ്, ഒരിക്കലും നമ്മൾ ആ സോഷ്യലൈസേഷൻ പ്രോസസ്സിലുള്ള വാല്യൂസും എക്സ്പോഷറിലുള്ള ഡിഫറൻസസ് എപ്പോഴും ഉണ്ടാവും. അടിസ്ഥാനപരമായ ഡിഫറൻസസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ?
അവയർനെസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ടൂളാണ്. ആ ടൂള് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. അതും ശരിയാണ്. അല്ലേ? എൻ്റെ അമ്മയ്ക്ക് ഉള്ള അവയർനെസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. എഡ്യൂക്കേഷൻ ഓർ വർക്കിംഗ് എക്സെട്ര, നോട്ട് വെൻ ഇറ്റ് കംസ് ടു അഫ്ലുവന്റ് ഫാമിലീസ്. അതെ. ഇൻഇക്വാളിറ്റീസ് ഇൻക്രീസ് ചെയ്യും. അത് പക്ഷേ നമുക്കൊരു ഫാമിലിയിൽ ഇമ്പാക്റ്റിൻ്റെ ആയിട്ട് പറയാൻ പറ്റില്ല. വൈഡർ സൊസൈറ്റിയിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻഇക്വാളിറ്റീസ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കാം, ഈവൻ ഗവേണൻസ് പോലും ഡിജിറ്റൽ ആയപ്പം എന്താ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഗവേണൻസ് കിട്ടുന്നുണ്ടോ, ആക്സസ് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇപ്പം നിങ്ങൾക്ക് കെ സ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഞ്ചായത്തിലോ വില്ലേജിലോ പോകാണ്ട് നടപ്പിലാക്കാം. പക്ഷെ ഡിജിറ്റൽ ഡിവൈഡ് ഉള്ളത് കാരണം ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളില്ലേ? അപ്പം എഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ഈസി ആവുകയും എഫ്ലുവൻ്റ് അല്ലാത്ത ആളുകൾക്ക് കാര്യങ്ങൾ ഡിഫിക്കൽട്ട് ആവുന്നത് ശരിക്കും ഇൻഇക്വാളിറ്റീനെ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, റൈറ്റ്? അപ്പം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ വൺ വേ ഈസ് ഇൻക്രീസിങ് ഇൻഇക്വാളിറ്റി ഇൻ ദ സൊസൈറ്റി എന്ന് പറയാം. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ടോപ്പിക് ദാറ്റ് വി ആർ ഡിസ്കസിങ്. ഓക്കെ, ക്ലിയർ? ഇപ്പം നെഗറ്റീവ് പറഞ്ഞു, ഫാമിലി എക്സ്പെൻഡിച്ചർ കൂടുക എന്നുള്ളത് പറയാം. യു ക്യാൻ സേ ദാറ്റ്. ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ ബാധിക്കുന്നതിനെ കുറിച്ചിട്ടും അത് കാരണം ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റിയും പറയാം. അത് പക്ഷേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. എന്താണ്? അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് വരുമ്പോഴാണല്ലോ ഫാമിലിയുടെ എക്സ്പെൻഡിച്ചർ കൂടുന്നത്. പിടിച്ചു നിൽക്കണ്ടേ? അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യും? കൂടുതൽ സ്പെൻഡ് ചെയ്യും. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പം അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം, ഫെർദർ അത് ഫാമിലിയിൽ ബ്രേക്ക് ഡൗൺ ക്രിയേറ്റ് ചെയ്യാം. സോ എല്ലാം അതുമായിട്ട് ബന്ധം. പേഴ്സണാലിറ്റിയുടെ എങ്ങനെയാണ് അത്? കിഡ്സിൽ വരുമ്പോൾ നമ്മൾ ആ പാരന്റിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇപ്പൊ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം ഇപ്പോഴത്തെ കാലത്തെ പേരൻസിന് ഒരുപാടധികം ടെക്നോളജിക്കൽ ടൂൾസ് ഉണ്ട് ഫോർ ഇഫക്റ്റീവ് പാരന്റിങ്. അത് കാരണം ഉണ്ടാവുന്ന പോസിറ്റീവ് വശങ്ങൾ നമുക്ക് പറയാം. എന്നാൽ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഇങ്ങനത്തെ ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് വരുന്നില്ല എന്നുള്ളതാണ്, റൈറ്റ്? എല്ലാം കുറച്ചും കൂടി ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ററാക്ഷൻസ് ആയിരിക്കും. പക്ഷെ അത് ഫാമിലിയിലെ ഇമ്പാക്റ്റിനകത്ത് വരില്ലല്ലോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ടാണ്. പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻസ് റോങ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്, റൈറ്റ്? അതൊക്കെ റിലേറ്റീവ് ഡിപ്രവേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുമ്പോഴും നമ്മളൊരു ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഫാമിലി കൂടുന്നതിൻ്റെ ഒരു വശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുക, ഇതൊരു കുറച്ചും കൂടി വൈഡറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൺസ്യൂമറിസം, അല്ലേ? ഇന്ന് സൊസൈറ്റി വൈഡായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൺസ്യൂമറിസം, റൈറ്റ്? കൺസ്യൂമറിസം കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കാം, ആളുകളുടെ ഐഡന്റിറ്റീനെ പോലും ഇന്ന് സൊസൈറ്റിയിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? ആളുകളുടെ ഐഡന്റിറ്റീനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? സ്റ്റേറ്റസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നിങ്ങൾ പൊസസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? അങ്ങനെ നമ്മളുടെ സ്റ്റേറ്റസും നമ്മളുടെ ഐഡന്റിറ്റിയും നമ്മൾ പൊസസ് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടാവുമ്പം ഇത് കൂടുതൽ കൺസംഷനിലേക്ക് ലീഡ് ചെയ്യുന്നില്ലേ, റൈറ്റ്? ഇതാണ് കൺസ്യൂമറിസം എന്ന് പറയുന്നത്, അല്ലേ? ഇത് ആരാണ് ഇത് ചെയ്യുന്നത്? ഇതൊക്കെ സെല് ചെയ്യുന്ന ആളുകൾ, റൈറ്റ്? അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ശരിക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ റോൾ എന്താണ്? കൺസ്യൂമറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ലേ? അവർ കുറേ പ്രൊഡക്ട്സിനെ റിവ്യൂ ചെയ്യുന്നു, അവരത് വളരെ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും എനിക്കിത് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലേ? ഈ ഒരു ആസ്പിറേഷൻ ആളുകളെ കൊണ്ട് എന്ത് ചെയ്യും? കിഡ്നി വിറ്റിട്ട് ഐഫോൺ വാങ്ങിക്കുന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? ചൈനയിലാറ്റം പണ്ടെപ്പോഴും സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള രീതിയിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു? മുന്നോട്ടേക്ക് പോകുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്, അത് ശരിക്കും എന്താണ്? കൺസ്യൂമറിസത്തിന്റെ ഒരു ആംഗിൾ അല്ലേ? വേർ ഇങ്ങനെയുള്ള വെഡ്ഡിങ്സ് ആണ് ഐഡിയൽ വെഡ്ഡിങ്സ്, ഇതാണ് ഏറ്റവും അടിപൊളി വെഡ്ഡിങ്സ്. നമ്മൾ അങ്ങനെയുള്ള വെഡ്ഡിങ് നടത്തിയാലേ നമ്മൾക്ക് ആ സ്റ്റേറ്റസ് കിട്ടുള്ളൂ, ആ ഐഡന്റിറ്റി കിട്ടുള്ളൂ, റൈറ്റ്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമറിസത്തിന്റെ സൊസൈറ്റി വൈഡ് കാണാൻ പറ്റുന്ന വേരിയസ് ഫോംസ് ആണ്. അത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ റിലേറ്റീവ് ഡിപ്രവേഷനും ഈ പറഞ്ഞിരിക്കുന്ന പിയർ പ്രഷർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ ഓൾ ഓഫ് ദീസ് പറഞ്ഞോ. ബട്ട് ഇപ്പൊ പറഞ്ഞ കൺസ്യൂമേഴ്സ് അല്ലാതെ ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഡിജിറ്റൽ പേയ്മെന്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു സെൽഫോൺ ഇല്ല എന്ന് പറയുന്നത് ദാറ്റ് ഹാസ് ബിക്കം എ ബേസിക് നെസസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ളപ്പോ അതൊരു
iPhone, that is consumerism, that is second phase, I would say. But our primary stage necessity is digital inclusivity എന്നുള്ളത് ഒരു നെസസിറ്റി ആയി മാറിയിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ ഫോൺ റീചാർജ് ചെയ്യുക, നെറ്റ് ചാർജ് ചെയ്യുക, ഇതൊക്കെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റും കൂടി അവിടെ അല്ലാണ്ട് ഉണ്ടാക്കുന്നില്ലേ ഈ റിലേറ്റീവ് ഡിപ്രിവേഷൻ അല്ലാതെ? ബേസിക്കലി യൂസ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന സംഭവം ഒരിക്കലും കൺസ്യൂമറിസം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ആ ടെക്നോളജി നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എക്സ്പോസ്ഡ് ആവുന്ന സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നിങ്ങൾ എക്സ്പോസ്ഡ് ആവുന്ന വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ എന്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? കൺസ്യൂമറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പം നിങ്ങളൊരു സത്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഗൂഗിൾ പേ ഉപയോഗിക്കാൻ, ബേസിക് ഇപ്പോഴത്തെ ഡിജിറ്റൽ ഗവേണൻസിൻ്റെ സർവീസസ് കിട്ടാൻ, അല്ലേ, കുറേ അധികം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വാട്ട് യു നീഡ് ഇസ് ഒരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ, അല്ലേ? അത് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 15,000 രൂപക്കോ അല്ലെങ്കിൽ അതിൽ താഴെയോ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് തൃപ്തരാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിൽ തൃപ്തരാവാത്തതാണ് പ്രശ്നം. എന്തുകൊണ്ട് തൃപ്തരാവുന്നില്ല? നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഇൻസ്റ്റഗ്രാം ഡൗൺലോഡ് ചെയ്യുമല്ലോ, അതെടുത്ത് തുറക്കുമല്ലോ, അതിലിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനേക്കാളും വലിയ വലിയ ഫോണുകൾ ആളുകൾ ഉപയോഗിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും ആ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫോട്ടോ കുറച്ചും കൂടി അടിപൊളിയായേനെ, അല്ലേ? ഇത് ആരുടെയും തെറ്റോ കുറ്റമോ അല്ല. ഇതാണ് ശരിക്കും കൺസ്യൂമറിസം എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം നടപ്പിലാക്കുന്ന രീതി. ഇങ്ങനെയാണ് ആസ്പിറേഷണൽ ആക്കുക കാര്യങ്ങളെ. നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റിന്റെ പരസ്യം എടുത്തു കഴിഞ്ഞാലും അവർ ആ പ്രൊഡക്റ്റിനകത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അത്രയും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊന്നുമല്ല അവർ പറയാം. അവർ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 100x സൂം ചെയ്യാം. ഓക്കെ, അത് കാരണം അതിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല, പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് 100x സൂം ചെയ്യാം. ഈ ബിൽഡിങ്ങിൽ ഇരുന്നിട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിൽ നോക്കാം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മെഗാ പിക്സൽ ക്യാമറയാണ്, അത് കാരണം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫോട്ടോസ് ഇത്രയും ഭയങ്കര അടിപൊളിയായിരിക്കും. സിനിമാറ്റിക് വീഡിയോ, ജീവിതത്തിൽ വീഡിയോ എടുക്കാത്ത ആളായിരിക്കും, പക്ഷെ ഇവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും ആ ഫോൺ ഉണ്ടെങ്കിൽ എനിക്കും 2 സിനിമാറ്റിക് വീഡിയോ എടുക്കാമായിരുന്നു, അല്ലേ? ഇതൊക്കെ ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മളെ ഉള്ളിലുള്ള ആസ്പിറേഷൻസിന്. എന്നിട്ട് വേറൊരു കാര്യമുണ്ട്, സെലിബ്രിറ്റീസ് ഒക്കെ ഇത് ഉപയോഗിക്കുന്ന കാണുമ്പം അതെന്തായി മാറും? സ്റ്റേറ്റസ് സിമ്പിളായി മാറും, ഐഡന്റിറ്റി മാർക്കറായി മാറും. ഇപ്പൊ ഈ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഇത്രയും അധികം സെല് ചെയ്ത് പോകുന്നതിന്റെ റീസൺ എന്താണ്? സെയിം അല്ലേ? കാരണം ആ ബ്രാൻഡഡ് പ്രോഡക്ട്സ്, അല്ലേ, അഡിഡാസിന്റെ ഇതോ അല്ലെങ്കിൽ നൈക്കിയുടെ ഇതോ അല്ലെങ്കിൽ ലിവൈസോ എന്തായിക്കോട്ടെ, നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം എന്തുകൊണ്ട് നമ്മൾ അത് വാങ്ങിക്കുന്നു? ഒന്ന്, നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ക്വാളിറ്റി എന്നാണ്. പക്ഷേ ഫോർ യുവർ ഇൻഫർമേഷൻ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വരുന്നത് ഏതാണ്ട് ഒരേ ഫാക്ടറിയിൽ നിന്നാണ്. ഓക്കെ, അത് അവര് ആ ഡിസൈൻ അനുസരിച്ചിട്ട് ആ ഫാക്ടറിയിൽ നിന്ന് ക്ലാസ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും, ഒബ്വിയസ്ലി അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഇവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതല്ലല്ലോ. മനസ്സിലായോ? ശ്രീലങ്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെയാണ്. നമ്മളപ്പോൾ അതിന് പൈസ കൊടുക്കുന്ന എന്തിനാണ്? നമ്മളെ പഴയ ഹവായി ചെരുപ്പുണ്ടല്ലോ, ഹവായി, പഴയ ബ്ലൂ കളർ വള്ളിയൊക്കെ ഉള്ള ഏതോ ഒരു ഫാഷൻ ഡിസൈനിങ് ബ്രാൻഡ് ഇൻ വെസ്റ്റേൺ കൺട്രി അതിന് അവരുടെ ബ്രാൻഡിൻ്റെ ഇതിലിറക്കി സിമിലർ മോഡൽ. ദേ വേർ സെല്ലിങ് ഇറ്റ് ഫോർ ലൈക്ക് thousands and thousands of rupees. വാങ്ങിച്ചിട്ടുണ്ട് ആൾക്കാർ. എനിക്ക് ആരാണ്? ഗുച്ചിയാണോ അത്? പ്രാഡയാണോ? ആ, കോലാപുരി ടൈപ്പ്. എനിക്കറിയില്ല, ഞാൻ ഫാഷൻ ഫോളോ ചെയ്യാറില്ല. അപ്പം കാരണം ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, വെറുതെ എന്തിനാ റിലേറ്റീവ് ഡിപ്രവേഷൻ അടിക്കാതിരിക്കാൻ. മനസ്സിലായോ? അപ്പം അതാണ് കോലാപൂരി. ശരിക്കും പറഞ്ഞാൽ കോലാപൂരി ആ ചപ്പൽ ചിലപ്പം എത്ര 100, 200, 300 രൂപക്കൊക്കെ കിട്ടുന്ന സാധനമായിരിക്കും. മേ ബി 1000 ആയിരിക്കും. പക്ഷെ അവരത് സെല്ല് എത്രക്കാണ്? 15,000, 20,000. അത് ആൾക്കാർ വാങ്ങിക്കും. എന്തുകൊണ്ടാണ്? 1 ലക്ഷം ഉണ്ടോ? ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇതാണ് സംഭവം. ഓക്കെ, അപ്പം ഇതൊക്കെ സോഷ്യോളജിക്കലാണ്. വെറുതെ ഞാൻ കഥാപ്രസംഗം നടത്തുകയല്ല ഇവിടെ. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ നമുക്ക് സോഷ്യോളജിയിൽ എഴുതാനുള്ള വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എഴുതാനുള്ള സാധനമാണ്. അല്ല, മനസ്സിലാക്കുക, കൺസ്യൂമറിസം, റിലേറ്റീവ് ഡിപ്രവേഷൻ, ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഹൈപ്പർ റിയാലിറ്റി, ഓൾ ഓഫ് ദീസ് കോൺസെപ്റ്റ്സ് ഇന്നത്തെ ശരിക്കും കോണ്ടംപററി സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹൈപ്പർ റിയാലിറ്റി, റിലേറ്റീവ് ഡിപ്രവേഷൻ, കൺസ്യൂമറിസം. വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻ ഉള്ളതാണത്. പറഞ്ഞോ? ഒന്നുമില്ല. ഓക്കെ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പറയാം. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് റൈസിങ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അതിന്റെ റീസൺ എന്താണ്?
ഡേ ടു ഡേ ബേസിസിലുള്ള റിലേറ്റീവ് ഡിപ്രവേഷൻ. ഓക്കെ, എങ്ങും തിരിഞ്ഞാലും റിലേറ്റീവ് ഡിപ്രവേഷൻ. അത് കാരണം എന്ത് സംഭവിക്കുന്നു? മെന്റൽ ഹെൽത്ത്, നമ്മൾക്ക് സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുക. റൈറ്റ്, ഇതൊക്കെയാണ് സംഭവം. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമ്മളിപ്പോൾ ഇതിന് ഒരുപാട് കാര്യം പറയും. ഡിജിറ്റൽ ക്യാപിറ്റലിസം, പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം എന്നൊക്കെ ഉള്ള പല ടേം ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യും. സോ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. ഇനി ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് കൺക്ലൂഷൻ എഴുതും, അല്ലേ? കൺക്ലൂഷൻ നമ്മൾ എന്ത് എഴുതും? താങ്ക് യു. വേറൊരു കാര്യം, സോഷ്യോളജിക്ക് വേ ഫോർവേഡ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഓക്കെ, GS എപ്പോഴും നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്താണ്? വേ ഫോർവേഡ് ആയിരിക്കും. അതിനൊരു സെപ്പറേറ്റ് ഹെഡിങ് ഒക്കെ കൊടുക്കണം അവസാനം, വേ ഫോർവേഡ്. ഇവിടെ ആ പരിപാടിയുടെ ആവശ്യമില്ല. നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് കൺക്ലൂഷൻ എഴുതാം. ഈ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഒന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഹെഡിങ് കൊടുക്കരുത്. ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ അങ്ങനെ ഹെഡിങ്ങിന്റെ ആവശ്യമില്ല. ഫസ്റ്റത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് കൺക്ലൂഷൻ ആയിരിക്കും. അങ്ങനെ ഒരു അവസാനത്തെ പാരഗ്രാഫ് ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? കൺക്ലൂഷൻ നിങ്ങൾക്ക് പോസിറ്റീവ് തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ടു സൈഡ്സ് ഓഫ് എ കോയിൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ഉപയോഗിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആൻഡ് ഫാമിലിന്റെ കാര്യം പറഞ്ഞു. അതിനകത്തുള്ള ചേഞ്ചസും സംഭവങ്ങളൊക്കെ അല്ലേ ഇത്രയും സമയം പറഞ്ഞത്. ഇവിടെ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് വ്യൂ പോയിന്റ് കൺക്ലൂഷനിൽ കൊണ്ടുവന്നാൽ മതി. ഇവൻ ദോ ടെക്നോളജിക്കൽ ചേഞ്ചസ് വേരിയസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചേഞ്ചസ് കൊണ്ടുവന്നെങ്കിലും മാറാത്തതായിട്ടുള്ള കുറെ കാര്യം ഇപ്പോഴും ഫാമിലിയിൽ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി, അല്ലേ? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം കൺക്ലൂഷൻ, ഇവൻ ദോ ഈ പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഹാവ് ലെഡ് ടു ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓൺ ഫാമിലി ആൻഡ് മാരേജ്. ഹൗവർ certain basic aspects of family like എന്താണ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത്? റിലീജിയസ് വ്യൂസിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പെട്രിയാർക്കി ഒരു എക്സാമ്പിൾ ആണ്. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിട്ട് പെട്രിയാർക്കിയിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ, അത് നമുക്ക് പറയാം. രണ്ടാമത്തത് വേറെ എന്താ പറയാൻ പറ്റുന്നത്? എന്താണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഇപ്പൊ ഇന്ത്യയിലുള്ള എൻഡോഗാമി സിസ്റ്റംസ്, അല്ലെ? എന്താണ് എൻഡോഗാമി സിസ്റ്റം എന്ന് പറയുന്നത്? ഒരേ കാസ്റ്റിനകത്ത് മാത്രം കല്യാണം കഴിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡിജിറ്റൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിട്ടും വലിയ മാറ്റം ഉണ്ടോ? കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാറ്റമില്ല എന്നാണ്. അപ്പം മാറാത്തതിനെ കുറിച്ച് നമുക്ക് പറയാം. മാറാത്തത് മാറും, അങ്ങനെ ആരോ പറഞ്ഞിട്ടായിരുന്നില്ലേ? ഓക്കെ, പോട്ടെ. നമുക്ക് അത് മറ്റേ എലക്ഷനിലെ ഓക്കെ, സോറി. അപ്പം മാറാത്തതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ക്ലിയർ? സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് വ്യൂ പറഞ്ഞോ. സർ, നമുക്കപ്പം കൺക്ലൂഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നത് അതെല്ലാം ജസ്റ്റ് ഒരു സർഫേസ് ലെവലാണ്. ബേസിക് ലെവൽ ആസ് എ ഫാമിലി വരുമ്പോൾ അത് ഓൾവേസ് സ്റ്റേ ദ സെയിം എന്നുള്ള രീതിയിൽ ബേസിക് ആസ്പെക്ട് ഓഫ് ഫാമിലി റിമെയിൻസ് ദ സെയിം. നമ്മൾ ഒരു ബ്രോഡർ ആയിട്ട് പറയരുത്, അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം. എന്ത് ആസ്പെക്ട് ഓഫ് ഫാമിലി ആണ് റിമെയിൻസ് ദ സെയിം? ഓക്കെ, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഫാമിലി റിമെയിൻസ് ദ സെയിം. റൈറ്റ്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇവൺ ദോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് കാരണം പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും പെർട്ടിക്കുലർലി നിങ്ങൾ പറയണം സോ ആൻഡ് സോ ഫങ്ഷൻസ് ഓഫ് ദ ഫാമിലി ഇപ്പോഴും സെയിം ആണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഫാമിലിയിൽ ഇപ്പോഴും മാറാതെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്രിയാർക്കിയും കാസ്റ്റ് എൻഡോഗമി പോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത്. കാരണം നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നപ്പം കാസ്റ്റ് എൻഡോഗമി നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, ടെക്നോളജി ഉപയോഗിച്ച് കാസ്റ്റ് ബേസ്ഡ് മാരേജ് നടത്തുന്ന ടീംസാണ് നമ്മൾ, അല്ലേ? അങ്ങനെ കുറെ സംഭവങ്ങളില്ലേ? അപ്പൊ അതുകൊണ്ട് അതൊന്നും മാറിയിട്ടില്ല, അതൊക്കെ സെയിം ആണ് എന്ന് പറയാം. അണ്ടർ ദ ഹുഡ് ഉള്ള ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ സ്റ്റിൽ റിമെയിൻസ് ദ സെയിം. കുറച്ചേ വരുന്നുള്ളൂ, അത് ഒരു മേജർ തരത്തിൽ. ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ട്രഡീഷണൽ നോഷൻ ഓഫ് ഫാമിലിനെ അല്ലേ ശരിക്കും മാറ്റുന്നത്. കല്യാണം അത് നമ്മൾ അതിൽ രണ്ടുപേർക്കും ഈക്വലി ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂട്രൽ സിസ്റ്റം അല്ലേ ഡേറ്റിംഗ് ആപ്പ്. പാട്രിയാർക്കി നമ്മൾ പറയുമ്പം അവിടെ കുറച്ചും കൂടി ഈ മെയിലിന്റെ ഡോമിനൻസിനെ തകർത്തോ എന്നുള്ളതാണ്.
പറ്റും. അത് പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ നോക്കേണ്ട കാര്യം ഇപ്പോഴും ഇവൺ ഇഫ് വിമൻ ആർ വർക്കിംഗ് അല്ലേ, ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓട്ടോണമി ഉള്ള വിമൻ ആണെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള റോൾ എക്സ്പെക്ടേഷൻസ് ഇപ്പോഴും മാറിയിട്ടില്ല. നമുക്ക് എക്സെപ്ഷൻസ് പറയാൻ പറ്റും അല്ലേ. അതിനാണ് നമ്മൾ ഡുവൽ ബേർഡൻ ഓൺ വിമൻ എന്ന് പറയുന്നത്. വിമന് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ വർക്കും ചെയ്യണം, അതിൻ്റെ കൂടെ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസും വിമൻ എടുക്കണം. അതിൻ്റെ കൂടെ ട്രിപ്പിൾ ബേർഡൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്, ചൈൽഡിൻ്റെ എഡ്യൂക്കേഷൻ അതും വിമൻ ഏറ്റെടുക്കണം. റൈറ്റ്. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കുറേ അഡ്വാൻസ്മെന്റ്സ് വന്നെങ്കിലും അൾട്ടിമേറ്റ്ലി വിമൻ അനുഭവിക്കുന്ന ആ സബോർഡിനേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല, സ്ലൈറ്റ് ചേഞ്ചസേ വന്നിട്ടുള്ളൂ. ആ ഒരു ആംഗിളാണ്. ഫ്യൂച്ചർ ഓഫ് ഫാമിലി ആൻഡ് മാരേജ് ഇപ്പൊ നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എത്രയൊക്കെ വന്നാലും അതിന് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് മുകളിൽ പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും ഫ്യൂച്ചർ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി ഡിപ്പെൻഡ്സ് ഓൺ ദി മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ ആസ് ടു ഹൗ ദേ പെർസീവ് ആൻഡ് അഡാപ്റ്റ് ടു ഇറ്റ് എന്നും പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് ജനറിക് ആയി പോകും, കുറച്ച് ജനറിക് ആയി പോകും. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. സി ബേസിക്കലി നമ്മളിപ്പോൾ ഇവിടെ കുറേ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ വരുന്നത്. നിങ്ങൾ ആ പോയിന്റിൽ എഴുതുമ്പം എന്തൊക്കെ വരും എന്നുള്ളത് പഠിച്ചോന്നറിയാം. ഓക്കെ, അപ്പം മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പം പിന്നെ ഒന്നും പറ്റുന്നില്ലെങ്കിൽ അവസാനത്തെ നമ്മളുടെ മുറ നിങ്ങൾക്ക് അത്യാവശ്യം ജനറിക് ആയിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് എഴുതുക, കൺക്ലൂഷൻ എഴുതാതെ വിടരുത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് ഞാൻ പറയാം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നിന്ന് എഴുതാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ആ ആൻസർ നിങ്ങൾ വീട്ടിൽ പോയി എഴുതുക. എന്താണ് ക്വസ്റ്റ്യൻ? എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ച് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, വേറൊന്നും എഴുതണ്ട. അതും കൂടി ഞാൻ പറയാണ്. എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. ഓക്കെ, ക്ലിയർ അല്ലേ? 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 പേജ്, 20 മാർക്ക് ആണെങ്കിൽ 3 പേജ്. ഇത് 10. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സാധാരണഗതിയിൽ 10-ന് 2 പേജസ് ആകുമ്പോൾ നമ്മൾ 20-ക്ക് 4 പേജസ് എക്സ്പെക്ട് ചെയ്യും. പണ്ട് ഞാനൊക്കെ എഴുതുന്ന സമയത്ത് 4 പേജസ് ആയിരുന്നു. പിന്നീട് പേപ്പർ 1-ന് 4 പേജും പേപ്പർ 2-ന് 3 പേജും ആക്കി. ഒരു 2 വർഷം മുമ്പ് അവർ 2ഉം 3 പേജ് ആക്കി. ഇനി ഇപ്പം അടുത്ത ഒരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പം 3 പേജേ ഉള്ളൂ. അതുകൊണ്ട് നല്ലതാണ്. ഒത്തിരി നിങ്ങൾക്ക് 4 പേജ് തന്നാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 4 പേജ് നിറക്കാൻ നിങ്ങൾ ശ്രമിക്കും. അപ്പോൾ അത് കുറേ ടൈം കൺസ്യൂം ചെയ്യും. ഇനി വേറൊരു അപ്ഡേറ്റും കൂടി, നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും ക്ലാസ് ഉണ്ടാവില്ല. ഇനി മൺഡേ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുന്നത്. അപ്പോൾ മൺഡേത്തേക്ക് എഴുതി വരിക, കാരണം കുറേ ആൾക്കാർ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഉണ്ട്. സോ വി ആർ ഗിവിങ് ഒരു ഷോർട്ട് ഗ്യാപ്പ് ഫോർ ദം. അപ്പം നാളെയും മറ്റന്നാളും ഗ്യാപ്പായിരിക്കും. ഇനി മൺഡേ ആയിരിക്കും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇത് എഴുതിയിട്ട് വരിക. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സസ് ഉണ്ടാവും, മൺഡേ ടു ഫ്രൈഡേ. ഓക്കെ. ഇനി വേറൊരു ഡൗട്ടും കൂടി ഇവിടെ ചോദിച്ചതുണ്ട്. 8 o'clock വരെയാണോ 8:30 വരെയാണോ ക്ലാസ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈ ഒരു മാസം നിങ്ങൾക്ക് 8 o'clock വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അടുത്ത മാസം തൊട്ട് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ടൈമിംഗ് 8:30 ആവും. 6:30 to 8:30, 2 മണിക്കൂറായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് 8 മണിയാകുമ്പോൾ വിശക്കുന്ന പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അത് ശരിയാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ഡിജിറ്റൽ ഡിവൈഡോ? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ബേസിക്കലി ടെക്നോളജി ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്, ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുണ്ട്. ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഡിജിറ്റൽ ഡിവൈഡ് മീൻസ് ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കാം, ഏർബൻ ഏരിയാസിലെ ആളുകൾക്ക് ടെക്നോളജി കുറച്ചും കൂടി ഉപയോഗിക്കാൻ അറിയാം. റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് ടെക്നോളജി ഉപയോഗിക്കാം. അതിന് വേരിയസ് റീസൺസ് ഉണ്ടാവും. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം, സ്മാർട്ട് ഫോൺസ് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടാവാം, ഓർ എൽസ് ലാംഗ്വേജ് ലിറ്ററസി ഇതൊക്കെ കാരണം അവർക്ക് ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് വിളിക്കുന്നത്. കെയർ ഫംഗ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ, ടേക്കിംഗ് കെയർ ഓഫ് എൽഡർലി, അതിനെയാണ് കെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫങ്ഷണൽ ആവുക
സൊസൈറ്റിക്ക് നമ്മൾ സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി സൊസൈറ്റിക്ക് ഫങ്ഷൻ ആണോ അല്ലയോ എന്നുള്ള ആംഗിളാണ്. പോസിറ്റീവ് ആണോ, കോൺട്രിബ്യൂട്ടിങ്, പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ടിങ് ആണോ? ആ നെഗറ്റീവ് എഴുതിയാൽ മതി. അവർ ഫങ്ഷൻസിനും 4 പേരുടെയും പറഞ്ഞതിന് ശേഷം അവർ പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഫാമിലിനെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ. എന്നാൽ അവരിൽ നെഗറ്റീവ് ഉണ്ട് എന്നുള്ള ആംഗിൾ പറഞ്ഞാൽ മതി. നമുക്ക് സെക്കൻഡ് പേപ്പറിൽ, ഫസ്റ്റ് പേപ്പറിൽ ഇന്റർനാഷണൽ, സെക്കൻഡ് പേപ്പറിലോ ദേശായി മാർക്സിസ്റ്റാണ്. അവർ നമ്മൾ പേപ്പർ 1 പഠിക്കുന്നില്ല, പേപ്പർ 2 അവരെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. ബേസിക് നേച്ചർ ഓഫ് ഫാമിലി. അതെ. ആ പക്ഷെ അത് അത്രയധികം കുറയുന്നില്ല നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ. ഇല്ല, ബേസിക്കലി ആ ഒരു ആംഗിളല്ലേ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ട് ഫാമിലിയിൽ മാറാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒരു മേജർ ഘടകം പെട്രിയാർക്കിയാണ്. ഇപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് എത്ര വന്നിട്ട് വിമൻ എത്ര ടൈം പോവർട്ടി കുറഞ്ഞു എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗസ് ഹോൾഡ് വിമനിലാണ്. കൂടുതൽ ഡോമിനേറ്റിംഗ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് മെയിലാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ ടോട്ടാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം വന്നിട്ടില്ല. ആ ഒരു ആംഗിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 പേജ് 10 മാർക്കർ 2 പേജാണ്. ഫങ്ഷൻ അതായത് റിലീജിയസ് ഫങ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ്, പൂജ അല്ലേ, കുറേയധികം റിലീജിയസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ പണ്ട് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത് ഫാമിലിയിൽ നിന്നാണ് അല്ലേ. കുട്ടികളെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, റൈറ്റ്. പിന്നെ കുറേ പൂജകൾ നടത്തുക, വീട്ടിൽ ചിലപ്പോൾ പൂജാമുറി ഉണ്ടാവും. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫാമിലിയിൽ നിന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെന്തായി, അതിന് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു അല്ലേ. ഇപ്പം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്, അമ്പലങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് തന്നെയാണ് ആൾക്കാർ പോകുന്നത്. ഇനി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ അതിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഓർഗനൈസേഷൻസ് നടത്തുന്നുണ്ട്. പണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഫാമിലി തന്നെയായിരുന്നു. അവർ പറയുന്നത് അങ്ങനെയാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം പണ്ട് ഫാമിലി വൈഡ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഫാമിലിയുടെ ഫങ്ഷൻസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതിന് നമ്മൾ വേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ബയോളജിക്കൽ നീഡ്സ് ലൈക്ക് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ പറഞ്ഞാൽ മതി. ഏതാണ് അത് കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഡിസയറിനെ മീറ്റ് ചെയ്യുക. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓഫ് സ്പ്രിങ് ഉണ്ടാവുക, റൈറ്റ്. അത് രണ്ടും ബയോളജിക്കൽ ഫംഗ്ഷനാണ്. സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുക ഓർ സെക്ഷൽ ഡിസയർ മീറ്റ് ചെയ്യാൻ പറ്റുക, ആസ് വെൽ ആസ് ഓഫ് സ്പ്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാം. കറക്റ്റ്. അതെ, ഫാമിലി കൊണ്ടുപോയും പ്ലസ് ആ ഒരു സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ഇസ് കൺസിഡേർഡ് ടു ബി എ ബയോളജിക്കൽ നീഡ് ഫോർ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ അത് മീറ്റ് ചെയ്യണം. പ്ലസ് അതിൻ്റെ കൂടെ ഫാമിലിയിൽ കൂടുതൽ മെമ്പേഴ്സ് ആഡ് ചെയ്ത് സൊസൈറ്റിയിൽ കൂടുതൽ മെമ്പേഴ്സ് വേണം. മതി, അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല പോയിന്റ്സ് ആണ്. അത് നിങ്ങൾ ഡിഫറെൻറ്റ് ഏരിയാസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് നോക്കുക. ഇപ്പോൾ റിലേറ്റീവ് ഡിപ്രവേഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഒരു കൺസ്യൂമറിസ്റ്റ് പെർസ്പെക്റ്റീവാണ്. എന്നാൽ ഇൻ്ററാക്ഷനെ കുറിച്ച് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഫാമിലിയിലുള്ള ആളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറയുന്നു. അപ്പം അങ്ങനെയുള്ള ഇപ്പം കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ 3 പോയിന്റ് എഴുതാതിരിക്കുക, കൺസ്യൂമർ റിലേറ്റഡ് ഒന്നാക്കുക. അങ്ങനെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിലുള്ള പോയിന്റ്സ് കൊണ്ടുവരിക. അത് പറയാം. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ആ 2 വശവും കറക്റ്റ് അല്ലേ. അങ്ങനെ ഒരു പോസിറ്റീവ് വശമുണ്ട്, എന്നാൽ അതേ സമയത്ത് അങ്ങനെ ഒരു നെഗറ്റീവ് വശമുണ്ട്. അപ്പോൾ അതിന് ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ രണ്ടിനെയും 2 ആംഗിളിലാണ് പറയുന്നത് അല്ലേ. വർക്ക് ഫ്രം ഹോം വരുന്നതിനെ കൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ മെച്ചം ഉണ്ടാകുമ്പം, എന്നാൽ അതിൻ്റെ നെഗറ്റീവ് വശമാണ് വർക്ക് ഫ്രം ഹോം വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ലൈന് ബ്ലേഡ് ആവുന്നുണ്ട് എന്നുള്ളത്. ഇറ്റ്സ് ഫൈൻ, ടോട്ടലി ഫൈൻ ആണ്. പറയാം.
പക്ഷേ ബേസിക്കലി ടൈം പോവർട്ടി എന്നുള്ള ടേം ജനറലി യൂസ് ചെയ്യുന്നത് വിമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആംഗിൾ പറഞ്ഞത്. അപ്ലയൻസസ് വരുമ്പോഴത്തേക്ക് ടൈം പോവർട്ടി ഓഫ് വിമൻ എന്നുള്ളൊരു ആംഗിൾ പറയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ടൈം പോവർട്ടിനേക്കാളും കൂടുതൽ നമ്മൾ ജനറലി ടെക്നിക്കലി ഉപയോഗിക്കുന്ന വാക്ക് ബ്ലറിങ് ഓഫ് ലൈൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ബ്ലറിങ് ഓഫ് ബൗണ്ടറി ബിറ്റ്വീൻ ഫാമിലി ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. ഇല്ല, കാരണം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്തൊരു കാര്യത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും രണ്ട് വശം ഉണ്ടല്ലോ. അതല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അതിൻ്റെ ഇന്ന ആംഗിളിൽ നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ അതിൻ്റെ ഈ ഒരു വശം എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പം രണ്ടും ട്രൂ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം, അത് കുഴപ്പമൊന്നുമില്ല. പ്യുവർലി തിയറിറ്റിക്കലായിട്ട് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിനെ എക്സാമിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്യുവർലി തിയറിറ്റിക്കലായിട്ട് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നോട്ട് മേക്കിംഗ് നിങ്ങൾ ആക്ച്വലി ഈ ഒരു ടൈമിൽ ചെയ്യേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നോട്ട് നിങ്ങളൊരു 1 or 2 ടൈംസ് ഒരു